ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിനടുത്ത് കാണക്കാരി എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ബഹുമാനപ്പെട്ട സുനിൽ വേട്ടമല പാസ്റ്ററെ കാണാനായിട്ട് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം ഒരു വീഡിയോ ആയി ചെയ്യണം എന്ന് വളരെ നാളുകളായി ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്നാണ് അതിനൊരു സമയം ലഭിച്ചത്. ഇന്ന് പാസ്റ്ററുടെ ജീവിതാനുഭവ സാക്ഷ്യം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അത് തീർച്ചയായും നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, ഏത് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പാസ്റ്റർ സുനിൽ വേട്ടമല. വീട്ടിലെ എൻ്റെ മമ്മി, ഭാര്യ, 3 മക്കൾ എന്നിവരാണുള്ളത്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കുറവിലങ്ങാട് സെൻട്രൽ പാസ്റ്ററായിട്ട് സേവനം ചെയ്യുന്നു. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ താമസിച്ച് ദൈവത്തിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. പാസ്റ്റർ ജനിച്ചു വളർന്നത് ഒക്കെ എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ തുലാപ്പള്ളിയിലാണ് ജനിച്ചു വളർന്നത്. പെരുന്നാട് പഞ്ചായത്തിലാണ് ഉള്ളത്. ഓക്കെ. പാസ്റ്ററുടെ വിദ്യാഭ്യാസമൊക്കെ? റാന്നി സെൻറ് തോമസ് കോളേജിലായിരുന്നു പഠനം. അതേ തുടർന്ന് മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിലും പഠിക്കുവാൻ ഇടയായി. ഓക്കെ. പാസ്റ്ററുടെ മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാമോ? അവരുടെ പേര്, അവർക്ക് എന്തായിരുന്നു ജോലി, അവരായിരുന്ന ക്രിസ്തീയ പശ്ചാത്തലം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ അമ്മയുടെ വീട് ആണ് വേട്ടമല കുടുംബം. അതൊരു ശരിക്കും ആത്മീയ പശ്ചാത്തലമുള്ള ഒരു വീടാണ്. അമ്മയുടെ പേര് അന്നമ്മ മാത്യു. എൻ്റെ പിതാവ് രാഷ്ട്രീയക്കാരനായിരുന്നു. അദ്ദേഹം ആത്മീയ പശ്ചാത്തലത്തിലേക്ക് വന്നപ്പോഴായിരുന്നു എൻ്റെ അമ്മയുമായുള്ള വിവാഹം. പക്ഷേ രാഷ്ട്രീയക്കാരുടെ രീതി അനുസരിച്ച് പിന്നെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോയി. പെരുന്നാട് പഞ്ചായത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു ഞാൻ ജനിക്കുമ്പോൾ അദ്ദേഹം. പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അതെ. മാതാപിതാക്കളൊക്കെ ഈ ക്രിസ്തീയ പശ്ചാത്തലത്തിലായിരുന്നു? അതെ അതെ. അവർക്ക് ഏത് സഭയുമായി മാർത്തോമ സഭയാണ് ഞങ്ങളുടെ പിന്നാമ്പുറം. എന്നാൽ 100 വർഷത്തിലധികമായി പെന്തക്കോസ്ത് അനുഭവത്തിലാണ്. അതായത് ഗ്രാൻഡ് ഫാദറൊക്കെ ആയിട്ട് പെന്തക്കോസ്ത് വിശ്വാസത്തിലാണ്. അത് തന്നെ, ഗ്രാൻഡ് ഫാദർ. പാസ്റ്ററുടെ ബാല്യകാലത്തെ ദൈവവചന പഠനം, അതായത് ഈ സൺഡേ സ്കൂള്, അന്നത്തെ ആരാധന, പെന്തക്കോസ്റ്റൽ വിശ്വാസം, ജീവിതം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ബാല്യകാലത്തിൽ എൻ്റെ പിതാവ് നഷ്ടമായി. 3 വയസ്സിൽ അമ്മ വിധവയായി. പിന്നീട് ഞാനും എൻ്റെ സഹോദരിയും മമ്മിയും അമ്മയുടെ സഹോദരൻ്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞത്. പിന്നീട് ഞാൻ ഏകദേശം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ 10 വയസ്സുള്ളപ്പോൾ ഒരു ചെറിയ വീട് വെച്ച് മാറി. അമ്മയുടെ ഓഹരിയായിട്ട് 40 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഒരു വീട് വെച്ച് മാറി. അപ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾക്കൊരു നല്ല സഭയുണ്ടായിരുന്നു. അതുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഒരു ഏകദേശം ഒരു 10-50 ആളുകൾ കൂടി വരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ. ബാമ്പുവിൻ്റെ ഇലകൾ, ഈറ്റയുടെ ഇലകൾ മെടഞ്ഞ് ഉണ്ടാക്കിയ ഒരു ആരാധനാലയമായിരുന്നു. അവിടുത്തെ കർത്താവിൻ്റെ ദാസന്മാർ, മറക്കാനാവാത്ത ചില ആളുകളുണ്ട്. പാസ്റ്റർ KM പീറ്റർ, പാസ്റ്റർ KP ഡാനിയൽ, പാസ്റ്റർ PM ജോണ്, ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ. അവരുടെ പ്രത്യേകത, അവരുടെ സഹധർമ്മിണിമാർ യഥാർത്ഥ ദൈവദാസിമാരായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ആ സ്നേഹം, കരുതൽ ഒക്കെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മനസ്സിലുണ്ട്. വിശേഷിച്ചും അവർ പഠിപ്പിച്ച പാട്ടുകൾ പോലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ബാല്യകാലത്തൊരു നല്ല ആത്മീയ അനുഭവങ്ങൾ
സഭയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് ഇപ്പോൾ ദേവദാസ് ചോദിച്ച പശ്ചാത്തലത്തിൽ എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. പിന്നീട് പാസ്റ്റർ ഒരു സുവിശേഷകനാകണം, ഒരു സുവിശേഷ വേല ചെയ്യണം എന്നുള്ളൊരു തീരുമാനം വരാനും ബാല്യകാലം മുതലേ ആത്മീയതയിൽ വളർന്നതുകൊണ്ട് രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരിക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് എനിക്കറിയില്ലെങ്കിലും പാസ്റ്റർക്ക് വിവരിക്കാം. അതോടൊപ്പം സുവിശേഷ വേലയിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു താല്പര്യവും അതിനുള്ളൊരു പ്രചോദനവും അതിനെ പ്രോത്സാഹിപ്പിച്ചവരും ഒക്കെ ആരാണെന്ന് പറയാമോ? 2 കാര്യങ്ങളാണ്. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ അമ്മ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചിരുന്നു. അത് കൂടെ എന്നോട് പറഞ്ഞിരുന്നു. അത് ഒരു നിയോഗമായിട്ട് തന്നെ എന്നിൽ മാറ്റപ്പെട്ടു, വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിലേക്ക് കൂടുതൽ സമർപ്പിക്കപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി. 1990 ഒരു രോഗവുമായി ബന്ധപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 90 ദിവസം ഞാൻ കിടന്നു. ഞാൻ മരിച്ചു പോകുന്ന ആളുകളൊക്കെ പ്രതീക്ഷിച്ചു, ഞാൻ പോലും ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിച്ചു. പിന്നീട് അവിടെ തന്നെ തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിലേക്ക് കൊണ്ടുപോയി ഒരു വലിയ സർജറിക്കൊക്കെ വിധേയനായി. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ 100 കണക്കിന് ആളുകൾ മരിച്ചു മാറുന്നത് കണ്ടുകൊണ്ട് കാണാനിടയായി. 16ാമത്തെ ബെഡിലാണ് ഞാൻ കിടന്നത്. 15ാമത്തെ ബെഡിൽ കിടന്നയാളും ഇടതും വലത്തും കിടന്ന 2 പേർ ഒരു ദിവസം തന്നെ മരിക്കുന്നതൊക്കെ കാണാനായിട്ടിടയായി. അപ്പോൾ പ്രായം ചെറുതായിരുന്നെങ്കിലും മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണീകത ഇത്രയ്ക്കേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത ഉള്ളിൽ ശരിക്കും രൂഢമൂലമായി തീർന്നു. ഈ 2 കാര്യങ്ങളാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ മാറ്റി കൊണ്ടുവന്നത്. ഓക്കെ. പിന്നീട് ബൈബിൾ കോളേജിലേക്ക് പോയി. പിന്നീടുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിൽ നിന്ന് പഠനം കഴിഞ്ഞ് 96 പുറത്തിറങ്ങുന്നത്. ആദ്യത്തെ ഒരു വർഷം തിരുവനന്തപുരം ബാലരാമപുരത്ത് ഡോക്ടർ സാമുവൽ സി ജോസഫിനൊപ്പം വർക്ക് ചെയ്തു. അപ്പോൾ അതോടൊപ്പം തന്നെ വേൾഡ് ഇവാഞ്ചൽ വീക്കിലി, അന്ന് ഏറ്റവും കോപ്പികളുള്ളൊരു പ്രസിദ്ധീകരണമായിരുന്നു, അതിലും പ്രവർത്തിക്കാൻ ഇടയായി. പിന്നെ അത് നിർത്തുവാനിടയായി, ആ വീക്കിലി നിന്നുപോയി. ആ സമയത്ത് നമ്മുടെ മാതൃ സെൻ്ററാകുന്ന IPC റാന്നി സെൻ്ററിലേക്ക് മടങ്ങി. പാഷീശോ ചാൻ വളരെ ബഹുമാന്യനായ സർവാദരണനായ ഒരു ദേവദാസനായിരുന്നു ഞങ്ങളുടെ സെൻറ്റർ പാസ്റ്റർ. അപ്പോൾ അദ്ദേഹം ഒരു പുതിയ വേല എടുക്കാനായിട്ട് നിർദ്ദേശിക്കുകയും കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ കൂവപ്പള്ളി എന്ന സ്ഥലത്ത് 97 അവസാനത്തോടുകൂടെ പുതിയ സ്ഥലത്ത് വേല ആരംഭിക്കുകയും ചെയ്തു. അതെ. ഇപ്പോൾ പാസ്റ്റർ എത്ര വർഷമായി സുവിശേഷ വേല ചെയ്യുന്നു? 30 വർഷമായി. 96 മുതൽ 26 30 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ കൂവപ്പള്ളിയിലെ വേലയാണ് ശരിക്കും എടുത്ത് പറയേണ്ടത്. 7 വർഷങ്ങൾ അവിടെ തുടർന്നു. അവിടെ ചെല്ലുമ്പോൾ വിശ്വാസികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു റൂം എടുത്ത് വേല ആരംഭിച്ചു. ദൈവകൃപയാൽ ആ റൂം നിറയാനിടയായി. പിന്നീട് അടുത്ത് ഇപ്പോൾ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA വീടിന് തൊട്ടടുത്ത് ഒരു വീടെടുക്കേണ്ടതായി വന്നു. ആ റൂം നിറഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് അവിടുത്തെ ബാങ്ക് പ്രസിഡൻ്റാണ്. അദ്ദേഹം എനിക്ക് ഒരു പ്രത്യേക ആദരവ് അവിടെ തരാനിടയായി. ഇപ്പം ചോദിച്ചപ്പോഴേ ഓർമ്മ വന്നതാണ്. കാരണം അന്ന് എലിപ്പനി ബാധിച്ച് മരിക്കാറായൊരു മനുഷ്യൻ, അദ്ദേഹം മദ്യപനായിരുന്നു. അദ്ദേഹം ആ രോഗസൗഖ്യത്തിൽ കൂടെ ദൈവസ്ഥാനിൽ വരുവാനിടയായി. അപ്പോൾ അന്ന് ഈ എന്താണെന്ന് എനിക്കറിയില്ല, ഈ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA സഹപ്രവർത്തനം വന്ന് ഒരു സ്വീകരണം എനിക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്കതൊരു എന്താ അർത്ഥം പോലും മനസ്സിലായില്ല. അപ്പം 30 വയസ്സിൽ താഴെ പ്രായമേ ഉള്ളൂ. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സുവിശേഷം പറയാൻ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അത് എന്ത് വേണമെങ്കിലും പറഞ്ഞു. പാസ്റ്ററും വിശ്വാസമെല്ലാം കൂടെ വരണം. ഇവിടെ ചെയ്യുന്ന സേവനങ്ങൾ ഞങ്ങളുടെ എല്ലാം യുവജനങ്ങൾക്കൊക്കെ നിങ്ങളോട് വലിയ മതിപ്പാണ്. എന്നാൽ യുവജനങ്ങൾ നമ്മുടെ ചർച്ചിലേക്ക് വന്നു എന്നതിനർത്ഥമില്ല. അപ്പോൾ അങ്ങനെ സ്വീകരണം അദ്ദേഹം തന്നു. അപ്പോൾ അദ്ദേഹം ഈ MLA ആയി ഇത്രയും വലിയൊരു സ്ഥാനത്തേക്ക് എത്തുമെന്നൊന്നും ഞാൻ അന്ന് ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നുള്ളത് വിശ്വാസികളെല്ലാം കൂടെ 10-15 പേര് കാണും.
അപ്പോൾ അത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ അവിടെ ഒരു അരമണിക്കൂർ എനിക്കറിയാവുന്ന ഭാഷയിൽ കൂവപ്പള്ളി സാറിന് ആ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രസംഗിച്ചു. ഞങ്ങളുടെ വിശ്വാസമുണ്ടായിരുന്നു. അവർ ബാങ്ക് ഭരണസമിതി എല്ലാം ഉണ്ടായിരുന്നു. ഒരു 100-ൽ താഴെയുള്ള ഒരു സദസ്സ്. എനിക്കതൊന്നൊരു വലിയൊരു സന്തോഷമായിട്ടും അംഗീകാരമായിട്ടും തോന്നി. അപ്പോൾ അടുത്ത കാലത്ത് ഞാൻ പിന്നീട് ഞാൻ അവിടുന്ന് മാറി. ഇപ്പോൾ അവിടെ മനോഹരമായ ആരാധനാലയം പണിത് ഞാനല്ല, ഇനി ഞാൻ ആത്മാക്കളെ നേരിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 1.5 വർഷം മുമ്പ് ഞാൻ അവിടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി ചെന്നു. അപ്പോൾ റോഡ് നിൽക്കുമ്പോൾ തൊട്ടു മുമ്പിലാണ് ഈ MLA-യുടെ ചേട്ടൻ്റെ വീട്. അദ്ദേഹം കണ്ട് വണ്ടി നിർത്തുകയും വലിയ സന്തോഷമായിരുന്നു ഈ സുഭാഷ് കുളത്തെങ്കിൽ MLA. അപ്പോൾ അങ്ങനെയാണ് കൂവപ്പള്ളിയിലെ 8 വർഷം. അതിനുശേഷം എരുമേലിയിൽ വർക്ക് ചെയ്തു. തുടർന്ന് മുണ്ടക്കയത്തെ ചെളുക്കുഴി എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്ന് കറുകച്ചാൽ സെൻട്രലിലെ മാമൂട് എന്ന സ്ഥലത്ത് വർക്ക് ചെയ്തു. പിന്നീട് അതിരമ്പുഴ, കോട്ടയം അതിരമ്പുഴ, പിന്നെ ഇവിടെ ഈ 30 വർഷത്തിനിടയിൽ 2 ചർച്ചിലെ പഴയ സഭകളിൽ ഇരുന്നിട്ടുള്ളൂ. ഇപ്പോഴും ഉൾപ്പെടെ ബാക്കിയെല്ലാം പുതിയ വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. അല്ല, ഈ മിഷൻ ഫീൽഡിൽ പാസ്റ്റർ പ്രവർത്തിക്കുമ്പോൾ ഈ മറക്കാനാവാത്ത ചില സംഭവങ്ങളുണ്ടല്ലോ. ചിലപ്പോൾ ദാരിദ്ര്യമായിരിക്കാം, പട്ടിണിയായിരിക്കാം, രോഗസൗഖ്യമാകാം, അല്ലെങ്കിൽ മറ്റു പല ഉപദ്രവങ്ങളാവാം, അല്ലെങ്കിൽ ദൈവം അത്ഭുതകരമായി ചില അത്ഭുതങ്ങൾ ചെയ്തതായിരിക്കാം. അങ്ങനെ മറക്കാനാവാത്ത ചില സംഭവങ്ങളൊക്കെ മനസ്സിലുണ്ടല്ലോ. അതിൽ ചില കാര്യങ്ങളൊന്ന് പറയാമോ? അതിലൊന്ന്, കൂവപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ആരും കൂട്ടായ്മയ്ക്ക് വരുന്നില്ല. ഒരു റൂം എടുത്ത് 3-4 മാസം 5-6 മാസമായി എല്ലാ മാസവും മാസത്തിൽ ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട സെൻട്രൽ ഭാഷ ചോദിക്കും, വേട്ടമ്മലെ ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ ചുമതലയാണല്ലോ, അത് ചോദിക്കണമല്ലോ. പക്ഷെങ്കിൽ ആരും വരാത്തപ്പോൾ കൂടെ കേൾക്കുമ്പോൾ അത് വിഷമം ആയി തീർന്നു. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഇനിയും ഈ കൂവപ്പള്ളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുകയല്ല. അന്ന് അത് യുക്തിപരമായ തീരുമാനമാണെന്ന് ഞാൻ പറയുന്നില്ല. അന്നത്തെ ഒരു വിഷമത്തിലൊക്കെ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ തുലാപ്പള്ളിയിലാണ് വീട്. 25 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ വന്ന് പ്രവർത്തിക്കും, വൈകുന്നേരം തിരിച്ചു, അങ്ങനെയാണ് മാത്രം. അപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങും, വെള്ളം കുടിക്കുകയില്ല. പ്രവർത്തനം കഴിഞ്ഞ് എപ്പോൾ വീട്ടിൽ ചെല്ലുന്നു അന്നേരമേ ഞാൻ ഭക്ഷണവും വെള്ളവും കുടിക്കുകയുള്ളൂ. ഒരു തീരുമാനം എടുത്തു. അതൊരു ഇന്ന് അങ്ങനെ തീരുമാനം എടുക്കാനുള്ള ധൈര്യം ഒന്നുമില്ല. അന്ന് അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് വീടുകൾ കയറി. അത് പിന്നെ ഒരു ഊർജ്ജമായിട്ട് കർത്താവിന് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യുന്നതായിരുന്നു അന്നത്തെ ഒരു ധാരണയോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ 3 വയസ്സുള്ളൊരു കുഞ്ഞ് ഷൈബിൻ, 3 വയസ്സ് ഉണ്ടോ കാണുമായിരിക്കാം. അവൻ്റെ അമ്മച്ചി ചിന്നമാമ പാസ്സാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അവൾ കയറി ചെന്നു. അപ്പോൾ ആ ശരീരം മാസകലം പഴുത്ത് നിറഞ്ഞ ഒരു കുഞ്ഞിനെയാണ് കാണുന്നത്. ദേഹം മുഴുവൻ പഴുപ്പ് ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ എൻ്റെ ഒരു പ്രതിജ്ഞ, ഒരാളെങ്കിലും ഇനിയും പ്രെയർ ഹോളിൽ വന്ന ശേഷമേ ഭക്ഷണം കഴിക്കുള്ളൂ. കൂവപ്പള്ളിയിൽ നിന്ന് വീട്ടിൽ ചെന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം ഒരു ബുദ്ധി പ്രയോഗിച്ചതാണോ, അന്ന് പ്രാർത്ഥിക്കാനുള്ള ധൈര്യക്കുറവാണോ, ഞാൻ പറയും ഇത്രയും ഇതൊക്കെ വലിയ സീരിയസ് വിഷയങ്ങളാണ്, അത് പ്രെയർ ഹോളിലോട്ട് വന്നാലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് എന്നാണ് അവിടെ പ്രയർ? ഞാൻ പറഞ്ഞു നാളെ ഉണ്ടെന്നു. ഞാൻ അവിടുന്ന് പോയി. അതിനി രക്ഷപ്പെടാൻ പറഞ്ഞാണോ എന്ന് എന്തോ അങ്ങനെ പറയാനാ തോന്നിയത്. പിറ്റേ ദിവസം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ചിന്നമാമ വന്നു, ഈ മോൻ ഷൈബിൻ വന്നു, മുണ്ടശ്ശേരി അമ്മച്ചി, ഒരു അമ്മച്ചിയും വന്നു. ഈ അമ്മച്ചിമാർ 2 ഇപ്പം മരിച്ചുപോയി. അങ്ങനെ ചുരുക്കത്തിൽ 3 പേര് വന്നു. അപ്പോൾ ഷൈബിൻ അവൻ്റെ സത്യത്തിൽ അവൻ്റെ തലയിൽ കൈവച്ച് തല മുഴുവൻ പഴുപ്പാണ്. അത്രയും കൈവച്ച് പ്രാർത്ഥിക്കാനൊരു ഒരു മനസ്സില്ല. ഇന്നൊരു പ്രശ്നമില്ല, അന്ന് എനിക്ക് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഞാൻ നോക്കിയ മുഖത്തിൻ്റെ ഈ 2 ഭാഗത്ത് 10 പൈസ രൂപയുടെ വട്ടത്തിൽ ഈ ചൊറിയില്ലാത്ത ഒരു ഭാഗം കണ്ടു. അപ്പോൾ അവിടെ കൈവച്ചു പ്രാർത്ഥിച്ചു. ഇപ്പം നമ്മുടെ ഒത്തിരി പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്ത പ്രാർത്ഥനകൾ അന്നും ഇന്നും ഉണ്ട്. പക്ഷേ ആ പ്രാർത്ഥന ദൈവം കേട്ടു. അപ്പോൾ ഇവരെല്ലാം സ്നാനപ്പെടുത്താൻ കർത്താവ് എനിക്ക് അവസരം തന്നു. ഷൈബിനിപ്പോൾ ഒരു 30 ദിവസങ്ങളും കഴിഞ്ഞിട്ടുണ്ടാകും ഞാൻ കരുതുന്നു. അതാണ് മറക്കാനാവാത്ത ഒരു അനുഭവം, ആദ്യം ഉള്ള ഒരു അനുഭവം ദൈവത്തിന്. അങ്ങനെ നിരവധി അനുഭവങ്ങളുണ്ട്. പിന്നീട് ഭൗതിക മണ്ഡലത്തിൽ ഉള്ള ഒരു അനുഭവം പറഞ്ഞാൽ
അത് ചെറിയ രസകരമാണ്. അത് ഈ ഒരു 5-6 വർഷം മുമ്പ് ഈ നീണ്ടൂർ റോഡിൽ മുടക്കാരി എന്നൊരു സ്ഥലം, മുടക്കാരി പാലത്തിന് സമീപത്ത് ഞാനും ഭാര്യയും മക്കളും ഓപ്പണർ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചില വിശ്വാസികളുണ്ട്. വിശ്വാസികൾ പറഞ്ഞാൽ 4-5 പേരേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടില് പപ്പ എന്നുണ്ട്, വൈഫിന്റെ പപ്പ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ തന്നെ 7 പേരുണ്ട്, ഒരു 10-12 പേര് കാണും. അപ്പോഴൊരു മനുഷ്യൻ, അതിന്റെ പേര് മാത്രം പിന്നീട് കിട്ടി, സണ്ണി എന്നാണ് പേര്, എല്ലാം കേട്ട് നിൽക്കുന്നുണ്ട്. ഒരു ടാറ്റാ സുമോ ആണെന്ന് എനിക്ക് തോന്നുന്ന വണ്ടി, അതോ സ്കോർപ്പിയോ, ആ മോഡൽ വണ്ടി. പക്ഷെ അദ്ദേഹം കൈലിയാണ് ഉടുത്തിരുന്നത്. അപ്പോൾ നാട്ടുകാരനാണെന്നെല്ലാം മനസ്സിലാകാം. ഞാനവിടെ വീടുകളെല്ലാം കയറിയിട്ടുള്ളതാണ്, പക്ഷേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അപ്പോൾ യോഗം കഴിഞ്ഞതിൻ്റെ അടുത്ത് വന്നു, ഇതെല്ലാം എല്ലാം കേട്ടിരുന്നു. എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യം കേൾക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മദ്യപാനത്തിനെ കുറിച്ചൊക്കെയാണ് ഞാൻ, എൻ്റെ മക്കളെ ഒരാൾ പ്രസംഗിച്ചു, വൈഫ് സാക്ഷ്യം പറഞ്ഞു, ഞാനും പ്രസംഗിച്ചു. പാട്ടൊക്കെ ഇങ്ങനെ മമ്മിയും പാടും, മറ്റു വന്നവരൊക്കെ പാടും. അങ്ങനെയൊക്കെ 1 മണിക്കൂറത്തെ പ്രോഗ്രാം. അതെ. അപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതാണോ പ്രധാന ശുശ്രൂഷ? ഞാൻ പറഞ്ഞു, പ്രയർ ഹാളൊക്കെ ഉണ്ട്, എന്നാൽ എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്നു പറഞ്ഞു. ഇതൊക്കെ മക്കളാണോ എന്ന് ചോദിച്ചു. 3 പേര്. ഞാൻ അതേന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു, ഇതൊരു മഹത്തായ കാര്യം, ഞാൻ ആദ്യം കേൾക്കുകയാണ്, മഹത്തായ കാര്യമാണ് കേട്ടോ, തുടരണം എന്ന് പറഞ്ഞു. അന്നൊരു 1000 രൂപ, 1000 രൂപയുടെ നോട്ടുള്ള സമയമാണ്. അത് തന്നു. അപ്പോൾ എനിക്കത് വാങ്ങിക്കാനൊരു മടി, കാരണം പരിചയമില്ല. ഇനി ഈ പൈസ, ഞാൻ പറഞ്ഞു, ബഹുമാനത്തോടെ പറഞ്ഞു, ഇത് പൈസയ്ക്ക് വേണ്ടി അല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ, കുറഞ്ഞു പോയിട്ടാണോ എന്നൊരു 1000 കൂടെ എടുത്തത്. കുറഞ്ഞു പോയിട്ടൊന്നും ഓർത്ത് പറഞ്ഞല്ല. അന്ന് പെട്ടെന്ന് ഒരാൾ അപരിചിതനാളോട് പൈസ കൊണ്ട് തരുമ്പോൾ വാങ്ങിക്കാനൊരു ബുദ്ധിമുട്ട്. പരിചയമുള്ള ഒരാളാണ് പിന്നെ വാങ്ങിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു അനുഭവം, അങ്ങനെ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പട്ടിണി കിടക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നിട്ടുണ്ടോ ജീവിതത്തിൽ? ഉണ്ട്. അതിൽ ഒരനുഭവം പറയാൻ ഇച്ചിരി, അത് ബന്ധപ്പെട്ടൊക്കെ വിഷം വരാതിരിക്കാൻ ഞാൻ പറയാം. ഒരു തെറ്റിദ്ധാരണ പുറത്ത് എന്നെ സസ്പെൻഡ് ചെയ്തു സഭ. സസ്പെൻഡ് ചെയ്യാൻ കാരണം, ഒരു മിഷൻ സ്റ്റേഷനിൽ നിന്ന് പുതിയ മിഷൻ സ്റ്റേഷൻ സ്ഥലം മാറി. അത് ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിയത്. എന്നെ ഡീപ്രോമോട്ട് ചെയ്തെന്ന് ചിലർ ചിന്തിച്ചു. ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയാണ് പിൽഗ്രീം പ്ലേസിലേക്ക്. അപ്പോൾ പഴയ ചർച്ചിലുള്ളൊരു അമ്മച്ചി ഈ പുതിയ വിലസ്ഥലം കാണാൻ വന്നു. അപ്പം പഴയ സഭയിൽ ഉണ്ടായിരുന്നതൊക്കെ കുറച്ച് പാവങ്ങളാണ്. പുതിയ സ്ഥലത്ത്, അത് കോൺഗ്രസ് സൈഡ് കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ലാൽ എബ്രഹാം എന്നയാളുടെ ശബരി റെസിഡൻസി എന്ന സ്ഥാപനം പെരുമ്പയിൽ നിൽക്കുന്നു. അതായത് ഞങ്ങളുടെ ആരാധനയ്ക്കൊരു സ്ഥലം തരണമെന്ന് പറഞ്ഞു. അത് വർഷക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ സൗകര്യം കിട്ടിയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് കിട്ടി. ഇദ്ദേഹത്തെ പരിചയമൊന്നുമില്ല കേട്ടോ, എനിക്കറിയാവുന്നുള്ളതല്ല, എന്നെ അദ്ദേഹത്തിന് അറിയില്ല എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഒറ്റവാക്കിലത് കിട്ടി. അപ്പോൾ അവിടെ നല്ല സാമ്പത്തിക പ്രാപ്തിയുള്ള ചിലരൊക്കെ ആരാധനയ്ക്ക് വന്നു. ആരും നമ്മുടെ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്നോട് വലിയ താല്പര്യമാണ്, കൂട്ടായ്മയ്ക്കും. അപ്പം പിറ്റേ മാസയോഗത്തിന് സന്തോഷത്തോടെ ചെല്ലുന്നു. അപ്പോൾ എനിക്കന്നൊരു വെസ്പയുടെ സ്കൂട്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മനുഷ്യനാണെങ്കിൽ നല്ല 4 വീലറൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ സന്തോഷമായിട്ട് കയറി ചെല്ലുകയാണ്. മുൻ സഭയിലൊരു സഹോദരി അന്ന് സാക്ഷ്യം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ പാസ്റ്ററുടെ വേലസ്ഥലം കാണാൻ പോയി. ഞങ്ങളുടെ പാസ്റ്ററെ ഒന്നുമില്ലാത്ത സ്ഥലത്തോട്ട് സ്ഥലം മാറ്റി അടുത്ത ആഴ്ച പോലെ ഞാനും ഇനി അവിടെ ഉള്ളൂ ആരാധനയ്ക്ക് എന്ന് പറഞ്ഞു. ഇവരിങ്ങനെ ഒരിക്കൽ വന്നു, പക്ഷെ ഇങ്ങനെ സാക്ഷ്യം പറയുമെന്ന് ഒന്നും ഞാനൊരിക്കലും ധരിക്കുന്നില്ല. പിറ്റേ ദിവസം എനിക്ക് സസ്പെൻഷൻ ലെറ്ററാണ് കിട്ടുന്നത്. സെൻട്രൽ സെക്രട്ടറിയുടെ കത്താണ്. അവർ കത്തിനകത്ത് വാചകം, നിങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ ആളുകളും പഴയ സഭയിലെ ആളുകളായിരുന്നുവെന്ന് അവരുടെ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമായല്ലോ. വാസ്തവത്തിൽ ആ ഒരു അമ്മ ഇങ്ങനെ പറഞ്ഞു. അവരിങ്ങനെ പറയുമ്പോൾ നമുക്കറിയില്ല. അവർ അടുത്ത ആഴ്ച നമ്മുടെ കൂടെ ആരാധനയ്ക്ക് അതൊന്നും അറിയില്ല. ബാക്കി എല്ലാവരും ഞാൻ കൊണ്ടുവന്ന ഒരു 12 പേരെങ്കിലും പുതിയ ആളുകളാണ്. പക്ഷേ ബഹുമാനപ്പെട്ട നേതൃത്വത്തിന് അങ്ങനെ അങ്ങ് തോന്നി. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ വേലസ്ഥലം ക്യാൻസൽ ചെയ്തതാണ്. അവിടെ ഞാൻ ചുരുക്കം പറഞ്ഞാൽ അന്നത്തെ ആ പ്രായത്തിൻ്റെ ചുരുക്കത്തിൽ പിന്നെ ഒരു ബദൽ സാമ്പത്തിക മാർഗം നല്ല സ്വത്രാഴ്ചക്ക് അവിടെ കിട്ടുമായിരുന്നു. ചെയ്യാനുള്ള അറിവില്ല, അല്ലെങ്കിൽ അതിനുള്ള സ്തബ്ധനായിപ്പോയി. അങ്ങനെ
ഒരു 3-4 ദിവസം വീട്ടിൽ ഭക്ഷണമില്ലാത്തൊരവസരം വന്നു. 3-4 ദിവസമെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മൂത്ത മോൾക്ക് 2 വയസ്സ്, രണ്ടാമത്തെ മോളിനെ ഒമേഗ പ്രഗ്നൻ്റാണ്. 2 വയസ്സിനും 3 വയസ്സിനും ഇടയ്ക്കുണ്ട് മൂത്തയാൾ. അപ്പോൾ അടുത്തുള്ളവരുടെ കത്തോലിക്കരായ സഹോദരങ്ങളാണ്. അവരെപ്പോഴും ഈ മോളെ എടുത്തുകൊണ്ട് പോകുന്നതിനാൽ വീട്ടിൽ ഭക്ഷണത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടെന്ന് അവൾക്കറിയില്ല. അവൾ കഴിക്കാതിരുന്നെങ്കിൽ അവൾ പറഞ്ഞില്ല, അവൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, കംപ്ലീറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്വന്തം വീട്ടിൽ താമസിക്കുന്നു. ആർക്ക് കണ്ടാലും സാമാന്യ ഭേദപ്പെട്ടൊരു വീടാണ്. ഈ ഒരു പശ്ചാത്തലം വീട്ടിലുണ്ടെന്ന് ഒരുത്തർക്കും തോന്നുകയില്ല. അപ്പോൾ ഞാനന്ന് 3-4 ദിവസം ഈ ഇങ്ങനെ വിശന്നൊക്കെ ഇരുന്നിട്ട് ട്രാക്റ്റ് കൊടുക്കാൻ പോകാം. ട്രാക്റ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, കൂട്ടായ്മ നടത്തലെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ട്രാക്റ്റ് കൊടുക്കാമല്ലോ, അതിന് വിലക്കില്ലല്ലോ. അങ്ങനെ പോകാറിങ്ങിയപ്പോൾ ഭാര്യ 2-3 ദിവസം പ്രഗ്നൻ്റാണ്. അപ്പോൾ പിന്നെ കൂടെ വരാൻ ഒരുങ്ങി. വയറ് ഒന്നും കണ്ടാൽ അറിയാനില്ല. അപ്പം ഞാൻ വിലക്കി, കാരണം അതിനുള്ള ആരോഗ്യസ്ഥിതിയിലല്ലല്ലോ. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇല്ല, ഉറപ്പായിട്ട് വരുവാന്ന് പറഞ്ഞു. എനിക്ക് തോന്നി ഞാൻ പോകുന്ന വഴിക്ക് ചിലപ്പം എന്തെങ്കിലും ഭക്ഷണം എനിക്ക് കിട്ടുമായിരിക്കും, അതിൻ്റെ ഒരു വീതം. പിന്നെ അല്ലെങ്കിൽ പുള്ളിക്കാൻ കിട്ടുമല്ലോ, ഇതായിരിക്കും ഉദ്ദേശമെന്ന് ഞാൻ വിചാരിച്ചിട്ട് എന്നാ വരാൻ പറഞ്ഞു. അന്ന് കുറേയേറെ നടന്നു. പക്ഷേ പിന്നെ ഫ്ലാറ്റ് വിതരണം നടന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും നടന്നില്ല. ഭക്ഷണം കിട്ടിയില്ല. ഒരു നല്ല ചായ പോലും ഇടുന്നൊന്നും അന്ന് കിട്ടിയില്ല. അങ്ങനെ കിട്ടുമോ, എന്തുകൊണ്ടോ അന്ന് അങ്ങനെ കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ പരിചയമുള്ളൊരു ദൈവദാസന്റെ വീട്ടിലന്ന് മനഃപൂർവ്വമായി ചെന്നോന്ന് വേണേൽ പറയാം. അത് പറയുമ്പോൾ ദൈവം ശ്രമിക്കട്ടെ. അങ്ങനെ ഞാൻ ചെന്നു എന്നൊരു സത്യമാണ്. കയറി പോയ വഴിക്ക് അവിടെയും കയറി. പക്ഷെ അവിടുന്ന് എന്നും എല്ലാ വീട്ടിലും ഒരുപോലെ ആയിരിക്കുമല്ലോ. തിരിച്ച് മുക്കൂട്ടുറ ജംഗ്ഷൻ അടുത്തുള്ള MES കോളേജ് ജംഗ്ഷൻ തൊട്ട് താഴെയാണ് വീട്. കോളേജിന് മുമ്പിൽ വന്ന് അവിടെ അല്പം ചില മിനിറ്റുകൾ ഞങ്ങൾ നിന്നു. ഉടനെ ഞങ്ങളുടെ പാസ്റ്റർ തോമസ് മാത്യു ചാരുവിൽ സ്കൂട്ടറിൽ അതുവഴി വരുന്നു. ഞങ്ങളുടെ ലോക്കൽ പാസ്റ്ററാണ്. അപ്പം അദ്ദേഹം എരുമേലി സെൻട്രൽ പാസ്റ്ററാണ്. എന്നോട് പെട്ടെന്ന് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നു. ഞങ്ങൾ അല്പം സമയം സംസാരിച്ചു. ഒമേഗ എൻ്റെ ഭാര്യ ഒരു സർവേ കല്ലിലേക്ക് ഇരുന്നു. സർവേ കല്ല് പുതിയ റോഡായോണ്ടായിരിക്കും, സർവേ കല്ലുകളുണ്ട്. അതിലൊന്ന് അവിടെ ഇരുന്നു. കോളേജിൻ്റെ തൊട്ട് മുമ്പിലാണ്. 2-3 മിനിറ്റ് ഇദ്ദേഹം വൈഫ് ബോധരഹിതയായിട്ട് തറയിൽ അവിടെ വീണു. എന്തു പറ്റിയെന്ന് പാസ്റ്ററിനോട് ചോദിച്ചു. അപ്പോൾ അന്ന് ഞങ്ങൾ 2 യുവാക്കന്മാരായതുകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല എന്ന് പറയാനൊരു മടി. പിന്നെ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല, അതും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്പം കഴിയുമ്പോൾ ബോധം തെളിയും, താഴെ വിട്ടോട്ട് പൊക്കോളാമെന്ന് പറഞ്ഞു. ഭാര്യ ബോധം കിട്ടുക, നിങ്ങളൊരു മനുഷ്യനാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം നിഷ്കളങ്കമായിട്ടൊന്നും അറിയുന്നില്ല. ഞാൻ പറയാൻ കാരണം ഇനിയും ഓട്ടോയിൽ വിളിച്ചുകൊണ്ട് വന്നാൽ കൊടുക്കാൻ എൻ്റെ പൈസ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഓട്ടോ വിളിച്ചുകൊണ്ട് വന്നു. മുക്കൂട്ടുറ ജംഗ്ഷനിൽ ആതുര നഴ്സിംഗ് ഹോം, അവിടെ ആ ഹോസ്പിറ്റൽ ഇപ്പോൾ അവിടെ ഉണ്ട്. അവർക്ക് 2 ഹോസ്പിറ്റലുണ്ടെന്ന് എൻ്റെ തോന്നൽ, എരുമേലിലും ഉണ്ട്. മകൻ്റെ പേരാണ് ആതിര. ഈ ഡോക്ടർ മണികണ്ഠദാസ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അദ്ദേഹം ഇത്തിരി പ്രത്യേകത, എല്ലാ ഓണത്തിനും ശബരിമലയിൽ ആയിരക്കണക്കിന് ആൾ ഓണസദ്യ കൊടുക്കുന്ന ഒരാളാണ്. ഭക്തനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് യഥാർത്ഥ വിവരം എന്ന് പറഞ്ഞാൽ അർത്ഥസത്യം പറഞ്ഞു. 3 മാസം പ്രഗ്നൻ്റ് ആണെന്നും 3 ദിവസമായിട്ട് ഫാസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. അതെ, അദ്ദേഹം പറഞ്ഞു നിങ്ങളെ കണ്ടാലൊരു ദിവ്യാസമുള്ള ആളാണെന്നും, പക്ഷെ നിങ്ങൾക്ക് വിവരമില്ല, അത് പാസ്റ്ററായി പോയോണ്ടാന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്യിക്കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 3 ദിവസം പ്രഗ്നൻ്റ് ആയിരുന്ന ഒരാൾ, ഇത്ര അന്ധവിശ്വാസികളായ ആളുകൾ ഈ കേരളത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ എന്നൊക്കെ അദ്ദേഹം ആദ്യം വഴക്ക് പറഞ്ഞു. 3 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അതെ, എന്നൊക്കെ വഴക്ക് പറഞ്ഞു. ഈ ഉപവാസവിരുത്തിന് ഞാൻ പറഞ്ഞുകൊണ്ടാ. എന്നാൽ കുറേ കഴിഞ്ഞ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവുന്ന എനിക്ക് അറിയാൻ കാരണം അദ്ദേഹത്തിൻ്റെ മകൻ ആതുര, അദ്ദേഹം ഇപ്പോഴും ഡോക്ടറായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ അടുക്കൽ വന്ന് വളരെ ഒരു സൈലൻ്റായിട്ട് നിൽക്കുകയും സങ്കടത്തോടെ നിൽക്കുകയും ഞാൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്യും. അന്നേരവും ഇവർക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ ഗ്രഹിക്കുന്നില്ല.
അപ്പോൾ ഡോക്ടർ റിപ്പോർട്ട് ഇട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ 300 രൂപ തോമസ് മത്തിച്ചാരി വലിയ പക്ഷെ തന്നിട്ടാണ് പോയെ. ആ പൈസ എൻ്റെ ലോട്ട് അത് ബില്ല് മാറാൻ ഞാൻ ചെന്നപ്പോൾ ഇല്ല, ബില്ല് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. സിസ്റ്റേഴ്സ് പറഞ്ഞു. ഒരു കവർ തന്നു. അതിനകത്ത് മരുന്ന് വാങ്ങാനുള്ള കുറിപ്പടി ആയിരിക്കുമെന്ന് കരുതി തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് 500 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹം ഇത് മനസ്സിലാക്കി എന്ന്. പിന്നെ അതിൽ നിന്ന് ഞാൻ ഊഹിക്കുകയാണ്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളൊന്നുമില്ല എങ്കിലും 2, 3, 4 ഘട്ടങ്ങളിലെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു വിധത്തിൽ അതെ, അതിലെനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പറയാൻ നമുക്ക് വേണ്ടേ. ശരിയാ, എന്തെങ്കിലും പറയാൻ വേണം. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ അന്നത് ഞാൻ ആസ്വദിച്ചോ എന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഇപ്പോൾ ഞാനതൊക്കെ ഒരു ഓർമ്മയിൽ വരുമ്പോൾ അത് ഇതിനകത്തൊന്നും എനിക്കൊരു പിന്നെ അന്ന് ആ തീരുമാനം എടുത്ത ദേവദാസന്മാരുള്ള പ്രയാസം ഒന്നും എനിക്കില്ല. അവർക്ക് അവിടെ തെറ്റിദ്ധാരണയുടെ പുറത്ത് അവരങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് ഞാൻ കണക്കാക്കുന്നു. അതെല്ലാം നന്മയ്ക്കാക്കി. ഇപ്പോൾ ഉദാഹരണം എൻ്റെ ഭാര്യ അന്ന് ബോധം കിട്ട് വീണു എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും പുള്ളിക്കാർ പോയിട്ടുണ്ട്. ഞാൻ അത്രയും പോയിട്ടില്ല. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം പറയുന്നത് IPC 150 സെൻറ്റർ ഉള്ളതിലേ 130ലും പ്രസംഗിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യ ഒമേഗ. അത് എല്ലാവർക്കും അങ്ങനെ ഒരു അനുഭവം IPCയുടെ ലീഡേഴ്സിനെ കിട്ടാൻ സാധ്യതയുള്ളൂ ഞാൻ വിചാരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രസ്ഥാനത്തിലെ ബഹുമാനരായ സെൻട്രൽ ഭാഷ അപ്പച്ചന്മാരൊക്കെ എന്നെക്കാളുപരി പുള്ളിക്കാരിയോടൊരു പ്രത്യേക വാത്സല്യം, ഇതൊന്നും ഓർക്കാർക്കും അറിയത്തില്ല, ഞങ്ങൾ ഇന്നും പറഞ്ഞിട്ടില്ല, ഇതൊന്നും ഈ പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു സ്നേഹവും വാത്സല്യവും പുള്ളിക്കാരി കിട്ടുന്നത് ഈ IPC മാത്രമല്ല കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ മീറ്റിങ്ങിൽ IPCയിലായിരിക്കും അങ്ങനെ വിളിക്കുന്നത്. എന്നാൽ ഒമേഗയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രസ്ഥാനങ്ങളിലും ഒരു സഹകരണ ബന്ധവും അവസരങ്ങളും ഉണ്ട്. അല്ല, അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കരുണയായിരിക്കുമെന്ന് ഞാൻ കണക്കാക്കും. ആ മോള് ഇപ്പോൾ അവൾ ബാംഗ്ലൂരിൽ പഠിക്കുന്നു. അന്ന് ഉദരത്തിലുണ്ടായിരുന്ന മോളെ അവളുടെ പേര് ഫ്രാഗ്രൻസ് എന്നാണ്. ഫ്രാഗ്രൻസ്. ഓക്കെ, പാസ്റ്റർക്ക് ദൈവം തന്നിട്ടുള്ള ടാലൻറ്റുകൾ എന്തൊക്കെയാണ്? പൊതുവെ ഏതൊക്കെ ശുശ്രൂഷ രംഗങ്ങളിലാണ് പാസ്റ്റർ പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത്? എനിക്ക് എഴുതാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ഞാനത് വേണം വളർത്താതെ പോയെന്ന് എനിക്ക് തോന്നുന്നു. പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ അത് ഫീൽഡ് എനിക്ക് വേണ്ടവണ്ണം ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, എന്നാലും അതും ശരിക്കും വളർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പ്രസംഗിക്കാനുള്ള ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇനി പുതിയ വേലക്കാർ കേൾക്കുന്നവർക്കൊരു പ്രാണമായിരിക്കട്ടെ, ഞാൻ അതിനും ഈ സുവിശേഷകന്റെ വേലയിലേക്ക് അങ്ങ് കയറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഭവന സന്ദർശനം അത് ഞങ്ങൾ എല്ലാ ദിവസവും പോകും. എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 5 ദിവസങ്ങളും ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഓപ്പൺ എയർ മീറ്റിംഗ് ഇപ്പോൾ എന്നെ സെൻട്രൽ ഭാഷ എന്നൊക്കെയുള്ള നിലയിൽ ആളുകൾ കണക്കാക്കുന്നുണ്ടെങ്കിലും ഞാൻ പ്രധാനമായൊരു സുവിശേഷന്റെ വേലയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് പ്രസംഗ മിനിസ്ട്രിയിലൊക്കെ എനിക്ക് ലഭിക്കേണ്ട പരിഗണന അല്ലെ ലഭിച്ചിട്ടില്ലെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ ആ ശുശ്രൂഷ വളർത്തിക്കൊണ്ട് വന്നിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. എന്നാൽ 100 കണക്കിന് ആളുകളെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് അവസരം തന്നു. അനേകരെ സ്നാനപ്പെടുത്താൻ എനിക്ക് കർത്താവ് അവസരം തന്നു എന്നുള്ളത് അതേ പോസിറ്റീവായിട്ട് പറയാനുണ്ടായിരിക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സഭകൾ സ്ഥാപിക്കാൻ ദൈവം കൃപ തന്നു. എവിടെ പോയി താമസിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം സഭകളുണ്ടായിട്ടുണ്ട്. എവിടെ താമസിച്ചാലും അവിടെ എല്ലാം സഭകളുണ്ടായിട്ടുണ്ട്. ഇത്രയും വർഷത്തിനിടയിൽ 2 വേലസ്ഥലങ്ങളിലേ എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ആ നിലയിൽ ദൈവം പ്രയോജനപ്പെടുത്തി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പാസ്റ്റർ, ഈ കൺവെൻഷൻ പ്രസംഗങ്ങളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായിരുന്നല്ലോ. അതെ. ഇപ്പോൾ അല്പം കൺവെൻഷൻ മേഖലകളിൽ നിന്നൊക്കെ പുറകിലേക്ക് പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? ഒരു കാരണക്കാരൻ ഞാൻ തന്നെയാകും. അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആ പ്രസംഗ ശുശ്രൂഷയെ കുറച്ചുകൂടി ഞാൻ വളർത്തേണ്ടിയിരുന്നു. രണ്ടാമത്തെ കാരണം, ഈ സംഘാടകർ
ഉദ്ദേശമില്ലാതെ പോകുന്നു വിളിക്കുന്നതിൽ, പ്രസംഗരെ വിളിക്കുന്നതിൽ. ഇപ്പോൾ പ്രസംഗകർ പ്രയോജനപ്പെടണമെങ്കിൽ അവർ കുറേ ടിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു ടിപ്പ് വെല്ലുവിളിക്കുക എന്നുള്ളതാണ് ആരെങ്കിലും. അതെ, പണ്ടൊക്കെ പിശാചിനെ വെല്ലുവിളിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ആരെങ്കിലും എതിർവശത്ത് നിർത്തണം. ഏതെങ്കിലും ഒരു ആശയത്തെയോ ഏതെങ്കിലും വ്യക്തികളെ എതിർവശത്ത് നിർത്തി വെല്ലുവിളി രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളെ ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പച്ചയ്ക്ക് ജാതീയത പറയുന്ന ആളുകളെ കുറേ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് അവസരങ്ങൾ അല്ലേ? പാസ്റ്റർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വെല്ലുവിളി എന്ന് പറയുന്നതേ, ഇപ്പോൾ പ്രധാനമായിട്ട് സുവിശേഷ വിരോധികൾ എന്ന് പറയുന്നത് സംഘപരിവാർ, BJP, RSS, പൊതുവെ സംഘപരിവാർ എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് BJP, വിശ്വ ഹിന്ദു പരിഷത്ത്, ബജരംഗ ദൾ പോലെയുള്ള പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സുവിശേഷകൻ വന്നിട്ട് അവരെ വെല്ലുവിളിച്ച് പ്രസംഗിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ അവസരങ്ങളുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, അല്ലേ? അതാണ് അത് തന്നെ, അവർക്ക് അവസരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചില സുവിശേഷകന്മാർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് പ്രസംഗിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടുതൽ വേദികളുണ്ട്. അതെ. അപ്പോൾ കുറ്റം പറഞ്ഞ് പ്രസംഗിക്കുന്നവർക്ക് കൂടുതൽ വേദികൾ, മറ്റുള്ള മതങ്ങളെ വെല്ലുവിളിക്കുന്നവർക്ക് അവസരങ്ങൾ, പിന്നെ ജാതീയപരമായി കുറച്ച് കാര്യങ്ങൾ പറയുന്നവർക്ക് വേദികളുണ്ട്. യഥാർത്ഥമായി സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് അവസരമില്ല. വാസ്തവത്തിൽ വിശ്വാസികളായിട്ടുള്ളവരായിരിക്കും ചിലപ്പം യോഗങ്ങളിൽ കൂടുതൽ. അപ്പോൾ അവരുടെ ഒരു ട്രെൻഡിനെ ഉണർവ് യോഗമാക്കി മാറ്റുക, അവർക്കും അവസരമുണ്ട്. പഴയകാല പ്രസംഗങ്ങൾ രക്ഷ, മാനസാന്തരം, വീണ്ടെടുപ്പ്, ദത്തെടുപ്പ്, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഇതൊക്കെയായിരുന്നു. ഈ വിഷയങ്ങളൊക്കെ വളരെ ചുരുക്കമായിട്ടേ ഇപ്പോൾ കേൾക്കാനുള്ളൂ. ആളുകൾ മിക്ക പ്രസംഗകർ ഈ വിഷയങ്ങൾ വിട്ടിട്ട് മറ്റ് ചർച്ചിനുള്ളിലെ യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന പോലെ, ഉണർവ് യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന പോലെയുള്ള രീതികളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അത് വാസ്തവത്തിൽ അവർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടായിരിക്കും, ആർക്ക്? പ്രസംഗകർക്ക്. പക്ഷേ അത് ദൈവത്തിനോ സംഘാടകർക്കോ പ്രയോജനം ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. ഉദാഹരണം, വോൾട്ടർ കോൾ വിളിക്കാത്ത പ്രസംഗങ്ങൾ, അതുകൊണ്ട് എന്താണ് പ്രയോജനം? വോൾട്ടർ കോൾ വിളിക്കണം. വോൾട്ടർ കോൾ വിളിക്കണം. അപ്പോൾ അത് വിളിക്കാൻ ധൈര്യമില്ലാത്തത് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ആയതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗം തീർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു സമർപ്പണ ശുശ്രൂഷ നടത്തുക, അതിലേക്ക് ആളുകൾ ഒരു കാലത്ത് ഒഴുകിയെത്തുമായിരുന്നു. അത് തന്നെ. എത്ര പേര് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ താല്പര്യമുണ്ട്, മുമ്പോട്ട് കടന്നു വരിക എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു നേരത്തെ. അതെ. ഇന്ന് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അതല്ലേ ഉദ്ദേശിച്ചത്? അത് തന്നെ. അതുകൊണ്ട് ഇപ്പോൾ സുവിശേഷ പ്രസംഗങ്ങൾ പലപ്പോഴും നിരർത്ഥകമായി പോകുന്നു. എന്നാൽ പക്ഷേ അത് നിർത്തണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം മറ്റു പ്രവർത്തനങ്ങളൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് സുവിശേഷ യോഗങ്ങൾ നടന്നു വരുന്നതെല്ലാം നടക്കട്ടെ. പക്ഷെങ്കിൽ പലപ്പോഴും അത് നിരർത്ഥകമായ ഒരു പ്രവർത്തനം പോലെ ആയിത്തീരും, നമ്മുടെ ഒരു ഫെലോഷിപ്പ് പോലെ മാത്രമായി തീരും. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയുടെ വളർച്ച വന്നതോടുകൂടി ഈ സുവിശേഷകരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ചില ആളുകൾ വീഡിയോകളും ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ഉണർവ് യോഗം നടത്തി, ഇപ്പോൾ ഇന്ന് രാത്രി വിടുതൽ നടക്കാൻ പോവുകയാണ്, രോഗി സൗഖ്യമാകാൻ പോവുകയാണ് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അതിനെ അത്രയും മാത്രം കട്ട് ചെയ്തെടുത്ത് സോഷ്യൽ മീഡിയയിൽ പിന്നെ അതൊരു വിമർശനമായി പ്രചരിപ്പിക്കുന്ന കുറേ ആളുകളും കൂടെ നമ്മുടെ ഇടയിൽ കടന്നു വന്നിട്ടുണ്ട്. ശരിയല്ലേ? ഉണ്ട്. അത് പോസിറ്റീവ് വശങ്ങളല്ല നോക്കുന്നത്, നെഗറ്റീവ് വശങ്ങൾ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ് ഒരാൾ പറയാം, നമുക്ക് അമർത്തി കുലുക്കി സ്വോത്രാഴ്ച ഇടണം. പെട്ടെന്ന് തന്നെ അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അദ്ദേഹത്തെ ഒരു പണപ്പിരിവ് നടത്തുന്ന ഒരു വ്യക്തിയാക്കി ചിത്രീകരിക്കുക. ഒരാളിപ്പോൾ പറയുകയാണ്, ഇന്നിവിടെ രോഗിയായിട്ടൊരാൾ വന്നിട്ടുണ്ട്, ആ രോഗിക്ക് ഇന്ന് സൗഖ്യം ലഭിക്കാൻ പോവുകയാണ്. അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്ത് എന്നാൽ പിന്നെ ആശുപത്രിയുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആളുകൾ തന്നെ ഈ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. അങ്ങനെ ഒരു ഫീലിംഗ് പാസ്റ്റർക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ വെല്ലുവിളിയാണ്. സോഷ്യൽ മീഡിയ മനുഷ്യന് പ്രയോജനം ചെയ്യുന്ന പോലെ തന്നെ ദോഷവും ചെയ്യുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ട പശ്ചാത്തലം നമുക്കുണ്ട്. നമ്മളെ പൊതുജന മധ്യത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ അപകീർത്തിപ്പെടുത്തത്തക്ക വിധത്തിലുള്ള പരസ്യങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അത് മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇപ്പം നമ്മളൊരു 10 കൺവെൻഷൻ എടുത്താൽ ആ 10
10 കൺവെൻഷനിൽ ഒരു 8 കൺവെൻഷനുകളിലും പ്രസംഗിക്കുന്ന ഒരേ ആളുകൾ തന്നെയായിരിക്കും. അത് തന്നെ. ഏത് പോസ്റ്റർ എടുത്ത് നോക്കിയാലും ചില വ്യക്തികളുടെ മാത്രം മുഖമേ അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതെന്താണ് പക്ഷേ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ഇപ്പം ആളുകൾ ഒരു കൺവെൻഷൻ തീരുമാനിക്കുന്ന ഉടനെ ഡയറക്ടറി എടുത്ത് നോക്കുകയാണ്. അത് സ്ഥിരം പ്രസംഗരെ തന്നെ അവർ നോക്കുകയാണ്. എന്നാൽ ഈ അറിയപ്പെടുന്ന പ്രസംഗരെക്കാൾ നന്നായി ഈ ദൈവവചനം പങ്കുവെക്കുന്ന പുതിയ ആളുകളുണ്ട്. പുതിയ ആളുകളല്ല, പഴയ ആളുകളിൽ തന്നെയുണ്ട്. അവരെ മൈൻഡ് ചെയ്യുന്നില്ല. ഇനി പുതിയ യുവജന പ്രസംഗകരും വഴിമാറി ട്രെൻഡുകളുടെ പിന്നാലെ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വളരെ പ്രചാരമുള്ള ചില യുവജന പ്രസംഗകരും അത് സുവിശേഷത്തോട് നീതി പുലർത്തുന്നില്ല. സുവിശേഷ പ്രസംഗങ്ങളായിട്ട് അവർ പോകാതെ അവർ ഉണർവുകാരാകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കാനില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ്. അതെ, പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇപ്പോൾ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി പാസ്റ്ററുടെ സാറിൻ്റെ പ്രസംഗങ്ങൾ, അതുപോലെ കെ സി ജോൺ പാസ്റ്ററുടെ പ്രസംഗങ്ങൾ, ഇതുപോലുള്ള ഓരോരുത്തരുടെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും ആത്മീയം വളരാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു ഉദാഹരണം, കെ സി ജോൺ സാറിൻ്റെ പ്രസംഗമാണ്, നീ ആരുടെ ആൾ എവിടുത്തുകാരൻ. കേരളം അദ്ദേഹം പോളിടത്തെല്ലാം പ്രസംഗിച്ചിട്ടുള്ള വിഷയമാണ്. ആക്ച്വലി ആശയമായിട്ട് അലികരിക്കലായിരിക്കും, പക്ഷെങ്കിൽ ആ ചോദ്യവും അതിൻ്റെ ആൻസറും നീ എവിടുത്തുകാരൻ, അതാ മനുഷ്യനെ എവിടേക്ക് കൊണ്ടുപോകുന്നു, ആ ചോദ്യവും ഒരു ഉത്തരങ്ങളും. അത്തരം പ്രസംഗങ്ങളാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഒരു മനുഷ്യനെ ചിന്തിപ്പിക്കണം. തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഏറ്റുമാനൂരിൽ ഞാൻ വരുന്നതിന് മുമ്പ് അദ്ദേഹം വന്ന് പ്രസംഗിച്ചതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നഗരം നിശ്ചലമായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, വിശ്വാസിയല്ലാത്ത ഒരാൾ പറഞ്ഞതാ, നഗരം നിശ്ചലമായിരുന്നു. പിന്നെ ഇതുപോലെ പബ്ലിക്കിൽ നിന്ന് കേട്ട വേറൊരു അനുഭവം ഞാൻ പറയാം. അത് ദിനകരൻ സാറിനെ കുറിച്ചാണ്. അത് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു CPI നേതാവാണ്, പ്രമുഖ നേതാവാണ്. ദൈവവിശ്വാസം ഇല്ലാത്ത ആളാ. അദ്ദേഹം ഏതാണ്ട് പാർട്ടി കമ്മിറ്റിക്ക് വേണ്ടി കോട്ടയത്ത് വന്നപ്പോൾ ദിനകരൻ്റെ പോസ്റ്റർ അവിടെ എല്ലാം ഉണ്ട്. പ്രസംഗങ്ങൾ പലയിടത്ത് വെച്ചിരിക്കുക, പലയിടത്ത് ദൂരങ്ങളിൽ ബോക്സ് വെച്ചിട്ടുണ്ട്. എവിടെയോ ഭയങ്കര അതിശക്തമായ മഴ ഇരച്ചു വന്നു, മഴ വീണു. ദിനകരൻ കരമുയർത്തി പ്രാർത്ഥിച്ചു. CPI നേതാവ് പറഞ്ഞ, ഇതിന്റെ പേര് മരിച്ചുപോയി, മണിമല തോമസ്. അദ്ദേഹം പറഞ്ഞ പ്രാർത്ഥിച്ചു വെച്ചാൽ മഴ ഇതിലേ പോയെന്നറിയില്ല എന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ വന്ന് രസെല്ലാം പോയി, പ്രസംഗം കംപ്ലീറ്റ് കേട്ടു. പുള്ളി പറഞ്ഞു, ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യം പറയാൻ അറിയത്തില്ല, ദൈവമുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ദൈവത്തിൻ്റെ മനുഷ്യനെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളെക്കുറിച്ച് പറയേണ്ടത്. ഒരു ദൈവവിശ്വാസം ഇല്ലാത്തൊരു മനുഷ്യൻ. ഞാനൊരു 20 വയസ്സ് താഴെ ഉള്ളപ്പോൾ പറഞ്ഞൊരു കമൻ്റാണ് ഞാനിപ്പോൾ. അപ്പോൾ ഈ നിലയിലേക്ക് നമ്മുടെ സുവിശേഷ പ്രസംഗകർ കയറി വരണം. പ്രാർത്ഥിച്ച് മഴ മാറ്റുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ മനുഷ്യൻ്റെ കമൻ്റാണ് ഒരു ദൈവത്തിൻ്റെ മനുഷ്യനായി. ഈ നിലയിൽ ഉള്ള ആളുകൾ നമ്മുടെ ഇടയിൽ പിന്നെ വളരെ കുറഞ്ഞു പോകുന്നില്ലേ എന്ന് തോന്നുകയാണ്. പക്ഷേ ഈ നമുക്ക് കൺവെൻഷന് തന്നെ ഒരു സീസണുണ്ട്. ഏതാണ്ട് ഒരു ജനുവരി മുതൽ ആരംഭിച്ചാൽ അതൊരു മെയ് അവസാനം വരെ കൺവെൻഷനുകൾ അങ്ങനെ പോകും. അതെ. അപ്പം ഇങ്ങനെ കൺവെൻഷനുകൾ വർദ്ധിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഈ ഓപ്പൺ എയർ മീറ്റിംഗ് കവലപ്രസംഗങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ടും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു 20 വർഷം മുമ്പായിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ വിശ്വാസത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇന്ന് ഇത്രയും പ്രസംഗകരും കൺവെൻഷനും ഒക്കെ ഉണ്ടായിട്ടും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ? അതെ, പരസ്യങ്ങളും കൺവെൻഷനുകളും വ്യോമസേനയുടെ ബോംബിങ് പോലെയാണ്. കാലാൾപ്പടയാണ് ദേശം കയറി പിടിക്കേണ്ടത്. അതെ. ഇപ്പോൾ ഒരു ചർച്ച ഒരിടത്ത് ഉണ്ടെങ്കിൽ, എൻ്റെ എല്ലായിടത്തും കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. ഒരു 33 കൺവെൻഷനുകളിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. അതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, കൺവെൻഷൻ കൊണ്ടുണ്ടാകുന്ന ഗുണം ആ ചർച്ചിന് ഒരു വ്യാസ്റ്റ് പബ്ലിസിറ്റി ആ ദേശത്തുണ്ടാകുന്നു. ആ പാസ്റ്ററേയും കൂടുതൽ പരിചയമാകുന്നു. നമുക്ക് വീടുകളിലേക്ക് കയറി ചെല്ലാൻ ഈ ഉള്ള ഒരു നല്ലൊരു എൻട്രൻസ് ആണ് യോഗങ്ങൾ. അപ്പോൾ ഈ കൺവെൻഷനുകളുടെയും പരസ്യങ്ങളുടെയും പിന്നാലെ ആ ദേശത്ത് ഹൗസ് വിസിറ്റിംഗ് നടത്തിയെങ്കിലേ ആ പ്രയോജനം നമുക്കുണ്ടാവുകയുള്ളൂ. എന്നാൽ മുൻകാലങ്ങളിൽ കൺവെൻഷൻ എവിടെ നടന്നാലും അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം ആശാനുപദേശ യോഗങ്ങളാണ്. എവിടെ അദ്ദേഹത്തിന് യോഗങ്ങൾ നടന്നാലും അതിൻ്റെ പിന്നാലെ ധാരാളം ആളുകൾ സ്നാനപ്പെടുന്നുണ്ട്. സാക്ഷാൽ ഒരു MLA, കേരളത്തിലൊരു MLA സ്നാനപ്പെടുത്തിയ ഒരൊറ്റ ഒരാളേ ഉള്ളൂ, അത് PV ആശാനുപദേശിയാണ്. ഞാൻ റാന്നിക്കാരനാണ്.
പിന്നെ നമ്മുടെ സണ്ണിപന വലിയ MLA ആശാലോചിച്ച് സ്നാനപ്പെടുത്തി. അത് കൺവെൻഷൻ വന്നിരുന്നതിൻ്റെ ഫലമായിട്ടാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ ഏത് വലിയ മനുഷ്യനും ദൈവവചനം കേട്ടാൽ അദ്ദേഹത്തിന് മാറ്റം വരും എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. എന്നാൽ അന്ന് മുൻകാലങ്ങളിലുള്ളതുപോലെയുള്ളതായൊരു മാറ്റം ആളുകളുടെ രൂപാന്തരം ഇപ്പോൾ കാണുന്നില്ല. അപ്പം അതുകൊണ്ടാണ് പാസ്റ്റർ ഈ കൺവെൻഷൻ വേദികളിൽ നിന്ന് പൊതുവെ അല്പം പുറകോട്ട് നിൽക്കുന്നത്. ഞാൻ അതിലൊരു എൻ്റെ കുറവ് ഞാൻ സമ്മതിക്കുന്നുണ്ട്. എനിക്കൊരു പക്ഷേ അപ്ഡേഷൻ കുറഞ്ഞു പോയതാകാം. പക്ഷേ ഇപ്പം പിന്നെ ഞാനൊരു കൺവെൻഷൻ പ്രസംഗിച്ചു. അപ്പോൾ എനിക്ക് കുറേ ആളുകൾ എന്നെ വിളിക്കുകയും സന്തോഷം, ഞാൻ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെ പറഞ്ഞോളൂ, സിമ്പിളായ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അവസരങ്ങൾ ഞാൻ പാഴാക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ പ്രസംഗിക്കുന്ന പ്രസംഗരൊക്കെ എന്നേക്കാൾ ശ്രേഷ്ഠരാണ് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് പാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്? ഞാൻ കുറവലങ്ങാട് സെൻട്രൽ പാസ്റ്റർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. 16 വേലസ്ഥലങ്ങളുണ്ട്. പിന്നെ പട്ടിത്താനം എന്ന സ്ഥലത്തൊരു ചെറിയ കൂട്ടായ്മയും നോക്കുന്നുണ്ട്. സ്ഥല ശുശ്രൂഷകന്മാർ എന്നോടൊപ്പം ഉണ്ട്. ഒന്നിടവിട്ടുള്ള സൺഡേയിൽ ഞാനിവിടെയുണ്ട്. പിന്നുള്ള സൺഡേയിൽ നമ്മുടെ സെൻട്രലിലെ സഭകളും ചുരുക്കമായിട്ട് ചിലരെ വിളിക്കുന്ന ചില സഭകളിലും പോകുന്നുണ്ട്. പിന്നെ എൻ്റെ സാധാരണ പ്രവർത്തന രീതി വീട്ടിലുള്ളപ്പോൾ രാവിലെ വീടുകൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. വീടുകൾ സന്ദർശിക്കുന്നുള്ളത് ആളുകൾ ചിന്തിക്കുന്ന പോലെ മതപ്രചരണം എന്ന ആശയത്തിൽ മാത്രമല്ല, നാട്ടുകാരെ പരിചയപ്പെടുക എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ്. ഇപ്പോൾ ഞാൻ പാർക്കുന്ന സ്ഥലത്ത് എവിടെ പാർത്താലും അവിടെ 1000 വീട്ടിൽ ഒന്നുമല്ല ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ദേശത്ത് തന്നെ എന്നെ ആൾക്ക് പരിചയമില്ലെന്ന് ആരും പറയാൻ സാധ്യതയില്ല. ഈ പഞ്ചായത്തിലാരും ഇങ്ങനെ ആളെ അറിയാമെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയുകയില്ല. അത് എൻ്റെ ഇവിടുത്തെ മെമ്പർമാരോടോ ഇവിടുത്തെ MLA മാരോടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളോടെല്ലാം ചോദിച്ചാൽ ഒന്നുകിൽ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്, അവർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, രണ്ടിലൊന്ന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം പോയി കാണാൻ ഞാൻ എല്ലാ ദിവസങ്ങളിലും സമയം എടുക്കാറുണ്ട്. ട്രാക്റ്റും കൊടുക്കും. ട്രാക്റ്റ് കൊടുക്കുക മാത്രമല്ല, പരിചയപ്പെടുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ സ്ഥലത്തുള്ള എല്ലാ ദിവസങ്ങളിലും ഉച്ച കഴിഞ്ഞ് 1-2 ഓപ്പൺ എയർ മീറ്റിങ്ങുകളും. അധികം ആളുകളൊന്നും കാണുകയില്ല. ഇപ്പോൾ നേരത്തെ കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിള്ളേരെണ്ണം പഠിക്കാൻ പോയി. എങ്കിലും എൻ്റെ അമ്മ, ഭാര്യ, ഞങ്ങൾ 3 പേരും മാത്രമാണെങ്കിലും ഞങ്ങൾ യോഗങ്ങൾ നടത്തും. ഇതാണ് ദിവസേന ചെയ്തു വരുന്ന ഒരു പാസ്റ്റർക്ക് സ്വന്തമായിട്ട് വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? സ്വന്തമായിട്ട് വീടും സ്ഥലവും ഇപ്പോൾ ഇല്ല. വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഈ ഇത്രയും വർഷങ്ങൾ, ഏതാണ്ട് 30 വർഷത്തിലധികം പാസ്റ്റർ സുവിശേഷ വേല ചെയ്തിട്ട് ഒരു സ്വന്തമായിട്ടൊരു വീടും ഒരു 5 സെൻറ്റ് സ്ഥലവും പാസ്റ്റർക്ക് ഇതുവരെ ഇല്ല. അതെന്താണ് അതിൻ്റെ ഒരു കാരണം? പാസ്റ്ററുടെ അത്രയും വർഷം സുവിശേഷ വേല ചെയ്ത പല ആളുകളും ഇന്ന് കോടീശ്വരന്മാരായിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ളൊരു പാസ്റ്റർ ഒരു ബെൻസ് കാറിലാണ് സഞ്ചരിക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട സെൻട്രൽ പാസ്റ്റർമാരൊക്കെ നല്ല നിലയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ പാസ്റ്റർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, സൗകര്യങ്ങളില്ല. അതിനെന്താണ് അതിൻ്റെ ഒരു കാരണം? അതെ, ഒരു കാരണക്കാരൻ ഞാൻ തന്നെയാണ് വാസ്തവത്തിൽ. അതെ, പ്രവർത്തിച്ചത് അധികം പുതിയ വേലസ്ഥലങ്ങളിലാണല്ലോ. അന്ന് അത്രയും ഒരു ചിന്തയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിപരമായി നീങ്ങിയില്ല എന്ന് ഞാൻ എന്നെക്കുറിച്ച് വിലയിരുത്തുകയാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സഭകളിലിരിക്കാമായിരുന്നു. എൻ്റെ സെൻട്രലിൽ പോലും പല സഭകളിൽ ഞാൻ ശുശ്രൂഷിച്ചിട്ടില്ല. അപ്പോൾ വിദേശയാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടോ? ഒരിക്കൽ മാത്രം. എൻ്റെ ഭാര്യയുടെ ഒരു കസിൻ പിന്നെ ഒരു 3 മാസത്തേക്ക് ഞങ്ങളെ സൗദിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷമായിരുന്നു. അങ്ങനെ ഒരിക്കൽ മാത്രം പോയിട്ടുണ്ട്. അപ്പം വിദേശ സഭകളിലോ അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള വലിയ സഭകളിലോ ഇരിക്കാഞ്ഞതായിരിക്കാം അതിൻ്റെ ഒരു കാരണം. അത് അത്രത്തോളം അങ്ങ് ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞാൽ മതി. ശ്രദ്ധിച്ചില്ല. അതൊരു ന്യൂനതയാണ്. അപ്പോൾ പാസ്റ്റർ 30 വർഷമായിട്ട് സുവിശേഷ വേലയിലാണ്. ഇപ്പോൾ ഒരു സെൻട്രൽ പാസ്റ്ററാണ് IPCയുടെ അല്ലേ? അതെ. IPC ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു സെൻട്രൽ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു വീടും സൗകര്യങ്ങളൊന്നും പാസ്റ്റർക്കില്ല. പാസ്റ്റർക്ക് അമ്മയുണ്ട്, ഭാര്യയുണ്ട്, 3 പെൺകുട്ടികളാണല്ലേ? അതെ, 3 പെൺകുട്ടികളാണ്. അവർ പഠിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പാസ്റ്ററുടെ ഒരു സാഹചര്യം. ഇപ്പോൾ വീടും ആരാധന സ്ഥലവും വാടകയ്ക്കാണ്. ഒരു വാടക ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ പാസ്റ്റർ, അപ്പോൾ ഇനി എന്താണ് പാസ്റ്ററുടെ ഭാവി പദ്ധതികളൊക്കെ എന്താണ്?
ഇപ്പോഴൊരു ചെറിയ ആഗ്രഹം മനസ്സിൽ വന്നിട്ടുണ്ടേ. അത് എൻ്റെ വൈഫ് ബീഹാറിൽ പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. ഒരു ചെറിയ ടൈമെങ്കിലും നോർത്ത് ഇന്ത്യയിൽ പോയി ഒരു വേല ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തീരുമാനമല്ല, ആഗ്രഹം മാത്രമാണ്. അപ്പോൾ മക്കളെ മൂന്നും പഠിക്കുന്നു. മൂത്തൂർ രണ്ടുപേരും, ഒരാൾ തിരുവനന്തപുരത്തും ഒരാൾ ബാംഗ്ലൂരിലും പഠിക്കുന്നു. ഒരാൾ +1 വിദ്യാർത്ഥിനിയാണ്. ആ സാഹചര്യത്തിൽ എത്രത്തോളം പോകുമെന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭാവി പദ്ധതികളെക്കുറിച്ച് കാര്യമായിട്ട് വേറെ ആലോചന ഒന്നും അങ്ങനെ നടത്തിയിട്ടില്ല. ഓക്കെ, പാസ്റ്ററുടെ കുടുംബ പേര് വേട്ടമല എന്നാണ്. അതെ. അപ്പോൾ വേട്ടമല ഫിലിപ്പോസ് ഉപദേശത്തെക്കുറിച്ച് ചില വാക്കുകളൊന്ന് പറയാമോ? 1985 സെപ്റ്റംബർ 29 വേട്ടമല ഫിലിപ്പോസ് ഉപദേശി നിത്യത്തിലേക്ക് പോയത്. 1901 അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം പാർത്തിരുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലായിരുന്നു. ഒരു സഞ്ചാര സുവിശേഷകനായിട്ട് വേല ചെയ്തിരുന്ന ഒരു ദൈവദാസനായിരുന്നു വേട്ടമല ഫിലിപ്പോസ് ഉപദേശി. 2ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പാടി ആരാധിക്കുന്ന നിരവധി ഗാനങ്ങൾ എഴുതാൻ ആ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളത് പിന്നെ സന്തോഷകരമായ കാര്യം. വിശുദ്ധിയെ തിരിച്ച് നാം ഒരുക്കി നിൽക്കാം. വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, എൻ പ്രിയ രക്ഷകൻ നീതിൻ സൂര്യനായി, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാലിലെന്തുള്ളൂ. ഈ പാട്ടുകളൊക്കെ പിന്നെ മരണവീടുകളിലൊക്കെ കൂടുതലായി പാടുന്ന പല പാട്ടുകളും ഫിലിപ്പോസ് എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നത് ഇങ്ങനെ 180ഓളം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ച വർഷം വേട്ടമല ഗാനങ്ങൾ എന്ന പേരിൽ ബിഷപ്പ് TC ചെറിയാൻ, ഇവാഞ്ചലിസ്റ്റ് സഭയിലൊരു ബിഷപ്പാണ്, ഒരു കാസറ്റ് പുറത്തിറക്കി. അത് ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം അങ്ങനെ ടേപ്പ് റെക്കോർഡറോ സൗകര്യങ്ങളോ ഒന്നും ഞങ്ങളുടെ ഒന്നും കുടുംബത്തിലില്ലായിരുന്നു. ഫിലിപ്പോസ് സുവിശേഷ യോഗങ്ങൾ ഈ ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ടേപ്പ് ചെയ്യുമായിരുന്നു ഇത്. അതൊരു വലിയ കാര്യമായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് ഫിലിപ്പോസ് സുദേശിയുടെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ 12 ഗാനങ്ങൾ പുറത്തിറങ്ങാനിടയായി. അത് 85 തന്നെ പുറത്തിറക്കിയ ബിഷപ്പ് TC ചെറിയാനെ ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഞങ്ങളുടെ കൊച്ചുമക്കളുടെ കാലം വന്നപ്പോൾ കുടുംബയോഗം, വിശേഷിച്ച് ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ ഡോക്ടർ VJ ജോർജ്, അത് എൻ്റെ മൂത്ത കസിനാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ മൂത്തയാളാണ്, മൂത്തൊരു കസിൻസിലൊരാളാണ്. അദ്ദേഹമാണ് കുടുംബയോഗം സംഘടിപ്പിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ പിതാവ് MC ജോൺ അപ്പച്ചനായിരുന്നു ആദ്യത്തെ കുടുംബയോഗം പ്രസിഡന്റ്. അദ്ദേഹം നിത്യത്തിൽ പ്രവേശിച്ച ശേഷം എല്ലാവരും കൂടി എന്നെ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് ആക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു പാസ്റ്റർ എന്ന നിലയിലാണ്, അല്ലാതെ ഒരു എന്നേക്കാൾ പ്രാപ്തിയും കഴിവുള്ള ധാരാളം അങ്കിൾമാരും അപ്പച്ചന്മാരും ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. എന്നാലൊരു വെള്ളവസ്ത്രധാരി ഇരിക്കട്ടെ എന്ന് അവർ വിചാരിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ കുടുംബയോഗം വന്നപ്പോൾ അതാണ് പറഞ്ഞു വന്നത്. അപ്പച്ചൻ്റെ ഒരു 60 പാട്ടുകൾ ഞങ്ങളത് CD ആക്കി ഇറക്കിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട IPC സംസ്ഥാന പ്രസിഡന്റ് പാസ്റ്റർ KC തോമസിന്റെ അധ്യക്ഷതയിൽ 10 വർഷം മുൻപ് ബിഷപ്പ് TC ചെറിയാൻ അത് പ്രകാശനം ചെയ്തൊരു ചെറിയ പാട്ടുകളുടെ ബുക്കും കൂടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ചെറിയ വേട്ടമല ഞങ്ങളുടെ കുടുംബമാണ്, സ്ഥലം റാന്നിയാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ ഒരു അഭിമാനമാണ്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്തോത്രം. അപ്പോൾ അപ്പച്ചനെ ദൈവം അനേകർക്ക് ഉപകാരമായിട്ട് ദൈവം ഉപയോഗിച്ചു. അനേകരെ ദൈവസ്ഥലം. ഇപ്പോൾ ഈ കേരളത്തിലെ പഴയ ഉപദേശിമാരുടെ കാലഘട്ടം ഉണ്ടായിരുന്നു, ഉണർവിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. കുഞ്ഞമ്മണിൽ മാമൻ ഉപദേശി, കുഞ്ഞപ്പി ഉപദേശി, അതൊന്നും കാര്യം പറയേണ്ടതില്ലായിരുന്നു. അവരൊക്കെ ദൈവത്തിന് വിശുദ്ധന്മാരായിരുന്നു വാസ്തവത്തിൽ. അവരുടെ ജീവിതവും അവരുടെ പ്രസംഗത്തിൻ്റെ പിന്നെ വൈഭവം ഒന്നുമല്ല, ഞാൻ മനസ്സിലാക്കുന്നതാണ്. പ്രസംഗത്തിൻ്റെ വൈഭവത്തിലൊന്നുമല്ല. പക്ഷേ അവർ സിമ്പിളായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഭയങ്കര നിലവിളിയുമൊക്കെ. കൊച്ചു ദിവസം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, രഹസ്യങ്ങളെല്ലാം വിളിച്ചു പറയരുത്, പോലീസ് വെളിയിലുണ്ടെന്ന് പറയേണ്ട പശ്ചാത്തലം വന്നിട്ടുണ്ട്. അപ്പം ഈ പാപഭാരം വരുമ്പോൾ അവർ ചെയ്ത കുറ്റങ്ങളൊക്കെ വിളിച്ചു പറയുക. അങ്ങനൊരു ഉണർവിന്റെ കാലഘട്ടം കേരളത്തിന്റെ പിന്നാമ്പുറത്തുണ്ട്. അപ്പൊ അതിന് ആ ഉപദേശിമാർ വഹിച്ച പങ്ക്, ഉപദേശിമാർ ഭയങ്കര ആദരണീയരായിരുന്നു. ഇന്ന് പാസ്റ്റർ എന്നൊക്കെ തുടങ്ങിയ നല്ല പേരുകൾ എന്നെപ്പോലുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിലും
അങ്ങനത്തെ ഉപദേശിമാർക്ക് കിട്ടിയ അംഗീകാരമോ ആദരവോ വാസ്തവത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ജീവിതമോ പോരാ. നമുക്കൊക്കെ എന്നെപ്പോലൊക്കെ പോരാ എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ജനങ്ങൾ അവരുടെയൊക്കെ മുമ്പിൽ അവരുടെയൊക്കെ സാന്നിധ്യം തന്നെ ജനത്തിന് ഭയങ്കരമായ പിന്നെ അനുതാപത്തിലേക്ക് അവരുടെയൊക്കെ സാന്നിധ്യം തന്നെ വരുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, പാസ്റ്ററുടെ ഈ ജീവിത വിജയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി പാസ്റ്ററുടെ ഓർക്കുന്ന ചില വ്യക്തികളുടെ മുഖങ്ങളുണ്ടല്ലോ. പാസ്റ്ററെ പഠിപ്പിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ വിഷമഘട്ടങ്ങളിൽ ആശ്വസിപ്പിച്ചവരായിരിക്കാം. പാസ്റ്ററുടെ ഇത്രയും നാളത്തെ ജീവിത വിജയത്തിനുള്ള ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ? അതെ, എൻ്റെ അമ്മ വിധവി ആയതുകൊണ്ട് ഞാൻ അമ്മ വീട്ടിൽ നിന്നാണല്ലോ വളർന്നത്. എൻ്റെ അമ്മാച്ചന്മാർ 3 പേര്, അവർക്ക് അവരുടെ മക്കളെക്കാൾ എന്നോട് സ്നേഹവും ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അത് അവർക്ക് എല്ലാം ഇപ്പോഴും അന്നും എൻ്റെ അമ്മാച്ചന്മാരെ എന്നെ പേര് വിളിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരാൾ മരിച്ചുപോയി, ബാക്കി 2 അമ്മാച്ചന്മാരിപ്പോൾ ഉണ്ട്. ഒരു മൂത്ത അമ്മാച്ചന് ഒരു 78 വയസ്സ് കാണും, ഇളയ അമ്മാച്ചന് 70 വയസ്സ് കാണും. അതെ, 2 പേര് സുല്ലച്ചനെ വിളിക്കാറുണ്ട്. അതെ. അപ്പോൾ അവരെ എന്നെ വളർത്തിക്കൊണ്ട് വന്നുവെങ്കിലും കർത്താവിൻ്റെ ദാസനായ ശേഷം സുല്ലച്ചനും എൻ്റെ പെങ്ങൾ വിളിച്ച പേരാ എൻ്റെ അമ്മയുടെ. അത് കുടുംബത്തിലെല്ലാവരും വാസ്തവത്തിൽ സുല്ലച്ചനാണ് ഇപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മാച്ചന്മാരത് വിളിക്കുമ്പോൾ എനിക്കൊരു സങ്കോചമുണ്ട്. എന്നാലും അവർക്കിപ്പോഴും എന്നോട് ആ സ്നേഹവും കരുണയും കിടക്കുന്നു. ഡോക്ടർ TG കോശി ഉജ്ജ്വലമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്, പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. വെളുപ്പിനെ മോർണിംഗ് ഡിവോഷനെ എനിക്ക് തോന്നുന്നത് 5:30 തോന്നുന്നു, 253 വിദ്യാർത്ഥികൾ ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഗ്രൗണ്ടിൽ നിൽപ്പുണ്ട്. നിൽക്കും, വൈറ്റ് ഷർട്ടും വൈറ്റ്, ആ പ്രഭാതത്തിലെ ഇരുട്ടിൽ ഒരു വെളുത്ത രൂപം, വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും ധരിച്ച് ഒരു ലൈറ്റ് പെർഫ്യൂമിൻ്റെ സ്മെല്ലോടുകൂടെ ആ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ആ വെളുപ്പിന് എഴുന്നേറ്റ് അവിടെ വരേണ്ട ഒരാവശ്യവുമില്ല. ചാപ്പളിനും മറ്റുമൊക്കെ ഉണ്ട്, പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം വളരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ ചിട്ട, വെളുപ്പിന് എഴുന്നേക്കുന്ന കാര്യവും ചിട്ടയും നീറ്റ്നെസ്സും ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ ഇതുപോലെയുള്ള ധാരാളം ദൈവദാസന്മാർ എൻ്റെ ബാല്യകാലത്ത് സഭാ ശുശ്രൂഷകന്മാരായിരുന്ന ശുശ്രൂഷകന്മാരൊക്കെ അതേറെ സമർപ്പിതരായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലായത്. അവരൊക്കെ ചെറുപ്പക്കാരായിരുന്നു, പക്ഷെ അവരേറെ സമർപ്പിതരായിരുന്നു. ഇപ്പോൾ ആരാധനാലയത്തിലൊക്കെ ഒന്ന് കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ രാത്രി വെള്ളം പൊങ്ങിയാൽ, ഒരു നദിയുണ്ട്, തടിപ്പാലവാ, വെള്ളം പൊങ്ങിയാൽ പോകാനൊക്കത്തില്ല. ഞാൻ രാത്രി പ്രാർത്ഥനയ്ക്കൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് വെള്ളം പൊങ്ങണമെന്ന്. കാരണം ചെറുപ്പത്തിൽ ഇവിടെ അവിടെ കിടക്കണം, ചാണം പിടിയത് അറിയാണ്. അപ്പോൾ ഒരിക്കൽ ടാപ്പിംഗ് ആരൊക്കെയാണല്ലോ ജോലിക്ക് ആളുകളെ, രാത്രി അപ്പം ഞങ്ങളവിടെ സന്തോഷത്തോടെ കിടന്നുറങ്ങും. പാവം ദൈവദാസൻ ഉള്ള ഭക്ഷണം ഞങ്ങൾക്ക് തരും. അപ്പോൾ വെളുപ്പിന് ഒരുത്തിന് എഴുന്നേറ്റ് പോയി, വെള്ളം കുറഞ്ഞൊന്ന് നോക്കി. 3 മണിയായപ്പോൾ അയാൾ വന്ന് പറഞ്ഞു, പാലത്തെ വെള്ളം ഇറങ്ങി പോകാമെന്ന്. ഭയങ്കര ദേഷ്യം എനിക്കുണ്ട്, ഈ മനുഷ്യന് എന്തിൻ്റെ കേടാ ഈ രാത്രി എന്നിട്ട് പോകണ്ടായിട്ട് വരുന്നല്ലോ. അപ്പോൾ ഒരു ആലയം എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു ജീവിതത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. ഇന്ന് ആ സ്നേഹമൊക്കെ ഒരു വെള്ളിയാഴ്ച ഞായറാഴ്ച വന്നു പോകുക എന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് അതിലുപരി ആലയത്തോട് സ്നേഹമോ കടപ്പാടോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോവുകയാണ്. അതെ. അതോടൊപ്പം തന്നെ പാസ്റ്ററുടെ ആൻറ്റിയുടെ ഒരു സപ്പോർട്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സുവിശേഷ വേലയിൽ എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം സ്വഭാവത്തിൽ എന്നേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരാളാണ്. ഞാൻ ഈ കർത്താവിൻ്റെ ദാസനാണെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ചിലപ്പോൾ ചില ദേഷ്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2 ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ കുറേ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് വന്ന ഒരാളാണ്. ഒമേഗയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ബുദ്ധിമുട്ടൊന്നും അനുഭവിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പക്ഷെങ്കിൽ ഞങ്ങളുടെ ആ ജീവിതത്തെ ദൈവം സെറ്റ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട്.
എൻ്റെ ഭാര്യയുടെ ആവശ്യങ്ങളൊന്നും ഉന്നയിക്കാത്തൊരു രീതിയാണ്. ആവശ്യങ്ങൾ നമ്മുടെ സാഹചര്യങ്ങളിൽ പുതിയ വേല സ്ഥലങ്ങളൊക്കെ ആയിരുന്നല്ലോ വന്നത്. അപ്പോൾ ആവശ്യങ്ങൾ ഒന്നും ഉന്നയിക്കാത്തൊരു രീതി, സൗമ്യമായിട്ടുള്ള രീതി. ഒരു വിശ്വാസികൾക്കും ഒമേഗയെക്കുറിച്ചൊരു പരാതി ഈ പറഞ്ഞാൽ കേട്ടില്ല. എന്നെക്കുറിച്ച് പറയാൻ സാധ്യതയുണ്ട്, കാരണം നമ്മൾ പല ശാസിക്കുകയും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഞാനിങ്ങനെ ഇത്രയും സ്ഥലത്തിരുന്നതിൽ ഒരാൾ പോലും പുള്ളിക്കാരിയെക്കുറിച്ചൊരു ഒരു ഒരു പിന്നെ ഒരു പ്രയാസം പറയുകയില്ല എന്ന് മാത്രമല്ല, പുള്ളിക്കാരിക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ അംഗീകാരം കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഭകളിൽ എല്ലാം പ്രസംഗിക്കാൻ വരെ ആൻറ്റിയെ കൊണ്ട് പ്രസംഗിപ്പിക്കുക എന്ന് പറഞ്ഞ് പ്രായമുള്ള അച്ചായന്മാരൊക്കെ ഇപ്പോഴത്തെ സഭയിൽ ഉൾപ്പെടെ അതിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഒമേഗയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എല്ലാ നിലയിലും അത് നമുക്ക് വേണ്ടപ്പെട്ടതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒമേഗ ബീഹാറിൽ കർത്താവിന് പേര് ചെയ്തിരുന്നു, ഡോക്ടർ അലക്സ് ലാലി ആൻറ്റി. അപ്പോൾ ഞങ്ങളുടെ കല്യാണം 2002 24 വർഷം കഴിഞ്ഞു. അപ്പോൾ അവരോട് കൂടെ 4 വർഷം അവിടെ സേവനം ചെയ്തു. അവരാ ബന്ധം ഇന്നും കളഞ്ഞിട്ടില്ല. ഡോക്ടർ അലക്സിനെയും ലാലി ആൻറ്റിയെയും. അത് ഒമേഗയോടുള്ള സ്നേഹം, ഒമേഗയുടെ അവിടുത്തെ പ്രവർത്തനം കൊണ്ടാകാം. എന്തായാലും അവരെ ഇപ്പം ഞാനവരെ കണ്ടെടുത്ത് അവരുടെ എറണാകുളത്തുള്ള ആൻറ്റിയുടെ വീട് മരണമൊക്കെ വരുമ്പോൾ പോകുന്നുള്ളൂ. പക്ഷെങ്കിൽ അവരെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ മാസത്തിൽ ഒന്നെങ്കിലും അവർ വിളിക്കുന്നുണ്ട്. അവരിൽ നിന്ന് അടുത്ത സമയത്ത് എൻ്റെ മോൾക്ക് ഒരു രോഗാവസ്ഥയുണ്ടായി, MCTD എന്നൊരു വളരെ പണച്ചിലവേറിയ ഒരു, ഞങ്ങൾക്കത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. അവൾ ഈ നീറ്റിൻ്റെ കോച്ചിങ്ങിന് സൈലത്തിൽ പോയപ്പോൾ വാദം എന്നൊരവസ്ഥ ഡോക്ടർമാർ പറയുന്നത് ഉണ്ടായിരുന്നു, പിന്നെ തെളിഞ്ഞു വന്നു. അതിന് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടു. എന്നാൽ ദൈവം അത്ഭുതകരമായ സൗഖ്യം, ഒരു 90% സൗഖ്യം, 100% ഞാൻ പറയുന്നില്ല. ഇപ്പോൾ അവൾ സുഖമായിട്ട് അവിടെ ബാംഗ്ലൂർ പഠിക്കുന്നു. 90% മെഡിസിനുണ്ട്. അപ്പോൾ എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട ഒരു പശ്ചാത്തലം ഉണ്ടായി. അപ്പോൾ ഞങ്ങളതിനെ സാമ്പത്തികമായിട്ട് ആ സമയത്ത് ലാലി ആൻറ്റി വിളിക്കുകയാണ്, ഡോക്ടർ അലക്സ് എത്ര വർഷം മുമ്പത്തെ ബന്ധമാണ്, 2002 വർഷം മുമ്പത്തെ ബന്ധമല്ലേ. അപ്പോൾ പറഞ്ഞു ഇങ്ങനടുത്ത് ആ ബില്ല് കംപ്ലീറ്റ് അവരെ അടയ്ക്കാനായിട്ട് അവർ ബില്ല് അതുപോലെ അയച്ചു കൊടുത്ത് അവർ അയച്ചു. അത് ഞാൻ പറഞ്ഞത് ഒമേഗയുടെ ഒമേഗയോടുള്ള ആ സ്നേഹം എന്നുള്ളതാണ്. ആ നിലയിൽ ഇപ്പോൾ എല്ലാ വീടുകളിലും കുടുംബനാഥന്മാർക്കാണല്ലോ ഉത്തരവാദിത്വം കൂടുതൽ. എന്നാൽ ഞങ്ങളുടെ വീട് സംബന്ധിച്ചിടത്തോളം എന്നെ പുള്ളിക്കായിരിക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതലായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ ഒമേഗയുടെ ഒരു ജീവിതമോ ശുശ്രൂഷയും പ്രവർത്തനമെല്ലാം മുഖാന്തരമായി തീരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുണ്ടോ? പൊതുജനം അറിയണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? ശുശ്രൂഷയായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പാസ്റ്ററുടെ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ? ശുശ്രൂഷയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മളുടെ കൂടെ നിർത്തി കൊണ്ടുവരണം. ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമായിരുന്നു, ഈ പായൊക്കെ ഇടുമ്പോഴേ, പായിടുക എന്ന് പറഞ്ഞാൽ ഈ റെൻറ്റഡ് ഹോൾ ആകുമ്പോൾ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ സ്വന്തം ചർച്ച ആണെങ്കിൽ പലയിടത്തും ഞങ്ങൾ റെൻറ്റഡ് ഹോളുകൾ ആരാണ് നടത്തിക്കൊണ്ട്, ഇപ്പം 300 ദിവസം നമ്മുടെ താക്കമുള്ള കെട്ടിടമാണ്, എന്നാൽ സൺഡേ മാത്രം. അപ്പം ഇത് അറേഞ്ച് ചെയ്യാൻ ഞാനും കുഞ്ഞുങ്ങളുടെ പോകുന്നത്. അപ്പോൾ അവരോട് ഞാൻ പറയുമായിരുന്നു, മക്കളെ നിങ്ങൾ നാളെ വിവാഹം കഴിച്ച് മറ്റൊരു ചെല്ലുമ്പോൾ ഒരാരാധന ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കൊതി തോന്നും. കാരണം അവിടുത്തെ ദേവദാസിൻ്റെ മക്കൾ അതെല്ലാം അലങ്കരിച്ചിട്ടേക്കെന്ന് കാണുമ്പോൾ ഇത് നിങ്ങൾക്കൊരു അവസരമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നാളെ കിട്ടണമെന്നില്ല. അത് മക്കൾ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഇനി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതൊരു ശുശ്രൂഷയാണെന്നും അല്ലെങ്കിൽ അവസരമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവരെ കൂടെ നിർത്തിയത്, ഇപ്പം പെൺകുട്ടികളായതുകൊണ്ട് നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കത്തില്ലല്ലോ, പോവുമല്ലോ. അതുകൊണ്ട് അവർക്ക് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് വെക്കാൻ അറിയാം. ഇനി നമ്മളില്ലെങ്കിലും പ്രസംഗിക്കണമെങ്കിലും വേണമെങ്കിൽ പ്രസംഗിക്കാൻ വരെ അവിടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കൂടെ നിർത്തി ദേവദാസന്മാർ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ള താലന്ത് പരിശോധനയിൽ ഇപ്പോൾ എൻ്റെ ഇളയ മോൾക്ക് സംബന്ധിച്ചൊരു ഒരു അനുഭവം ഉണ്ടായത്. ഞങ്ങൾ കണിച്ചുകുളം എപ്പിച്ചറിച്ചിരിക്കുക. അപ്പോൾ അവിടെ 42 കുടുംബങ്ങൾ ചർച്ച. അപ്പോൾ 32 പെൺകുട്ടികൾ, ഈ കുട്ടികളെക്കുറിച്ച് അന്നൊരു പ്രവാചകൻ പ്രവചിച്ചു, ദൈവശാസന ഞങ്ങളുടെ ഉദരത്തിലുള്ളത് ഒരാൺകുഞ്ഞാണെന്നും
ലോകം അറിയപ്പെടുന്ന പ്രസംഗനായി തീരുമെന്നും പ്രവചിച്ചു. അപ്പോൾ ആദ്യത്തെ 2 പെൺകുഞ്ഞായതുകൊണ്ട് മൂന്നാമത്തേത് നമ്മൾ വിചാരിച്ചു, ഞങ്ങൾ വിശ്വസിച്ചു പോയി. അപ്പോൾ പ്രസവം നടത്തുമ്പോൾ അതും വേണ്ട. അപ്പോൾ ഒരു നിരാശയും പ്രയാസമൊക്കെ ഉണ്ടായി. കാരണം പെൺകുട്ടി വേണം ആൺകുട്ടി വേണമെന്ന് നിർബന്ധം ഉണ്ടായിട്ടില്ല, ഇങ്ങനെ പ്രവചനം അങ്ങ് വിശ്വസിച്ചു പോയി. അതാണ്. എന്നാൽ 6 വർഷമായിട്ട് IPC സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസംഗ മത്സരത്തിൽ ഈ വർഷം സെക്കൻഡാണ്, 5 വർഷവും ഫസ്റ്റാണ്. അത് കുമ്പനാട് കൺവെൻഷൻ പ്രസംഗിക്കാൻ എൻ്റെ മോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവർക്ക് അവസരം ഉണ്ടായി. അപ്പോൾ എനിക്ക് ആ പ്രവാചകനോട് വിഷമം മാറി. കാരണം ഈ പ്രവചനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നിറവേറണമെന്നില്ല. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും വീണ് നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ ചന്ദ്രൻ അപ്പോൾ ജീവനോടില്ല, അമ്മ നമസ്കരിച്ചിട്ടില്ല. അപ്പോൾ ഈ കഞ്ഞിവെള്ളം കോരുമ്പോൾ 1-2 വറ്റും കൂടെ ഒക്കെ കയറി വന്നേക്കാം. ഇതിൽ നിന്ന് കഞ്ഞിവെള്ളം കോരാൻ പറഞ്ഞപ്പോൾ ഇതിനെ ചോറ് കോരിയത് എന്നൊരു ചോദ്യത്തിൽ അർത്ഥമില്ല. അപ്പോൾ മനുഷ്യരാണ് ഈ ശുശ്രൂഷയെല്ലാം ചെയ്യുന്നത്. വാക്കുകളിൽ നമ്മൾ അന്നാ പ്രവാചകനോട് എനിക്ക് തോന്നിയ ഞാനിങ്ങനെ ചിന്തിച്ചു. പിന്നെ വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നതായിരിക്കും അവർ കണ്ടത്. ആയിരക്കണക്കിന് ആളിരിക്കുന്ന വേദിയിൽ നിന്ന് പ്രസംഗം, അത് ആൺകുഞ്ഞല്ലേ, ഇങ്ങനെ ആയിരിക്കും അതെ ചിന്തിച്ചത്. അപ്പോൾ എൻ്റെ മോൾ അവിടെ പ്രസംഗിച്ചപ്പോൾ എനിക്ക് ആ വിഷമം എല്ലാം മാറി എന്നുള്ളതാണ് പിന്നെ ഒരു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഓർമ്മ. പിന്നെ പഠനത്തിൽ ഞാൻ അത്ര ടോപ്പൊന്നും അല്ലായിരുന്നു, ഒരു ആവറേജ്. എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ടോപ്പാണ്. അത് ദൈവം കൊടുത്തൊരു, ഇപ്പം നല്ല ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന് പറയാറുണ്ടല്ലോ കുട്ടികളെ. സത്യം പറയാം, എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ നല്ല ഭക്ഷണം കഴിച്ച് വളർന്നവരൊന്നും അല്ല. അപ്പോൾ പിന്നെ പക്ഷെ ദൈവം അവർക്ക് ജ്ഞാനം നൽകിയിട്ടുണ്ട്. ഇപ്പം 100-ൽ 98 മാർക്കൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ആ നിലയിലാണ് അവരൊക്കെ പാസ്സാകുന്നത്. അത് ദൈവം കൊടുത്തൊരു ഒരു ഒരു ദൈവത്തിൻ്റെ കരുണയാണ്. ഓക്കെ. ഇപ്പോൾ ഇത്രയും സമയം നമ്മൾ പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ദൈവദാസനാണ്. 1-2 കാര്യം കൂടെ ഒന്ന് പറഞ്ഞോ. എനിക്ക് എൻ്റെ പ്രസ്ഥാനത്തെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമാണുള്ളത്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ 45 വയസ്സാണ് ഇവിടെ സെൻട്രൽ പാസ്റ്റർ ആകാനുള്ളൊരു യോഗ്യത. എന്നാൽ എൻ്റെ പ്രസ്ഥാനം അതിനൊരു 3 വർഷം മുമ്പേ ബലഹീനനായ എന്നെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അത് ഞാൻ ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല. പിന്നെ എന്നെ പോലുള്ള തികച്ച സാധാരണക്കാരായിട്ടുള്ളവരെ കരുതാൻ ഉള്ളതായ ദീർഘവീക്ഷണം എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ലീഡേഴ്സിനുണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ അർഹിക്കുന്നതിലുപരിയായിട്ടുള്ള അംഗീകാരം ഈ പ്രസ്ഥാനം എനിക്ക് തന്നു. ഞാനതിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സംസ്ഥാന ജനറൽ നേതൃത്വത്തോട് നന്ദിയുള്ളവനായിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, അപ്പോൾ അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നു. രണ്ടാമത്തെ ഒരു കാര്യം, 15 വർഷമായിട്ട് ഞാൻ ഈ സഭയുടെ ഒരു കൗൺസിൽ മെമ്പറാണ്. അപ്പോൾ പിന്നെ ജനറൽ ബോഡി കൂടുക എന്ന് പറഞ്ഞാൽ 6000 പേരൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ ബോഡി കേരളത്തിലെ 3600ഓളം സഭകളിൽ നിന്നുള്ള പ്രതിനിധികളും കർത്തൃദാസന്മാരും വരുമ്പോൾ അന്ന് ആദ്യം 33 പാസ്റ്റർമാരെ ആയിരുന്നു എടുക്കുന്നത് ആദ്യമേ. അപ്പോൾ 15 വർഷം മുമ്പ് എന്നെപ്പോലെ ഒരു സാധുവിനെയും കൂടെ അതിൽ കൊണ്ടുവയ്ക്കാൻ അത് ഈ ഞങ്ങളുടെ ഈ സഭകളിൽ മുഴുവനുള്ള സഭകളുടെ പ്രതിനിധികളായിട്ടുള്ള സഹോദരന്മാർക്കും പാസ്റ്റേഴ്സിനും അത് മനസ്സ് വന്നു, അത് തയ്യാറായത് അത് എൻ്റെ ഒരു കഴിവുകൊണ്ടൊന്നുമല്ല. മറിച്ച് എന്നെപ്പോലെയുള്ളവരെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ഉള്ള വിശാല വീക്ഷണം ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ ബോഡിക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ ചെറുതായി കാണുന്നില്ല. പിന്നെ സെൻട്രൽ പാസ്റ്ററായിട്ട് ആദ്യം മുണ്ടക്കെ സെൻട്രലായിരുന്നു, ഇപ്പോൾ കുറവലങ്ങാട് സെൻട്രലാണ്. സെൻട്രലിലുള്ള ഭൂരിഭാഗം കർത്തൃദാസന്മാരും എന്നേക്കാൾ പ്രായമുള്ളവരും എന്നേക്കാൾ അറിവുള്ളവരും പക്വതയുള്ളവരാണ് കൂടെയുള്ള. അപ്പം നല്ല പ്രാപ്തരായ ശുശ്രൂഷയുള്ള സഹപ്രവർത്തകരെ എൻ്റെ സെൻറ്ററിൽ ലഭിച്ചിട്ടുണ്ട്. അതൊരിക്കലും അവരെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അത് അവരെ എന്നെ ബഹുമാനിക്കുമെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.
അപ്പോൾ അങ്ങനെയുള്ള കർത്തൃദാസന്മാരെൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ളതിനാൽ പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും പറയാതെ തന്നെ കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകാൻ കഴിവുള്ള വളരെ കരുത്തരായിട്ടുള്ള കർത്തൃദാസന്മാർ IPC കുറവലിങ്ങാട് സെൻറ്ററിൽ ഉണ്ട്. ഇവിടെയുള്ള ദൈവമക്കളും ഞാനിപ്പോൾ കുറവലിങ്ങാട് സെൻറ്ററിൽ വന്നിട്ട് ഇപ്പോൾ 16 വർഷമായി. ആ മറക്കാനാവാത്ത ഒരാളുണ്ട്, പാസ്റ്റർ സുരേഷ് കീഴൂർ. അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരമാണ് ഞാനിവിടെ വരുന്നത്. 10 വർഷം അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇവിടെ ലോക്കൽ പാസ്റ്റായിട്ടിരുന്നു. അദ്ദേഹം ഒഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെയും സ്നേഹവും സഹകരണവും വളരെയധികമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ കുറവലിങ്ങാട് സെൻറ്ററിലുള്ള ദൈവമക്കളോടും ദൈവദാസന്മാരോടും എൻ്റെ മുൻഗാമിയായിട്ടുള്ള പാസ്റ്റർ സുരേഷ് കീഴൂർ, അതിന് സെൻറ്ററിൻ്റെ പാസ്റ്ററായിരുന്ന പാസ്റ്റർ ബാബു ചെറിയാൻ, അവരോടെല്ലാം ഉള്ള സ്നേഹവും സന്തോഷവും എനിക്കുണ്ട്. ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രാർത്ഥിച്ചു. ഞാൻ തന്നെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്തു. ഗോസ്പൽ TV-ക്ക് നേതൃത്വം നൽകുന്ന അങ്ങയുടെ ഭൃത്തിനുമൊപ്പം അല്പം ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ദൈവയുടെ ഉയരത്തിനായിട്ട് സ്തോത്രം. കർത്താവ്, എളിയവൻ്റെ വാക്കുകൾ അങ്ങേക്കൊരു താങ്ക്സ് ഗിവിംഗ് ആയിട്ട് മാറ്റപ്പെടണമേ. ദൈവമേ, ഇത് കേൾക്കുന്ന ദൈവമക്കൾക്ക് ഒരു പ്രചോദനവും അനുഗ്രഹവുമായി തീരണമെന്ന് എളിയവൻ ആഗ്രഹിക്കുന്നു. ഗോസ്പൽ TV-യുടെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായിട്ട് മാനിക്കണമേ. കർത്താവേ, സ്തോത്രം. അനേകർക്കിത് ഉത്തേജനമായി തീരുവാനിടയാക്കണമേ. ഞങ്ങളെയും സ്വർഗം മാനിക്കണം. എല്ലാ നന്മകൾക്കായി സ്തോത്രം. യേശു തമ്പുരാൻ്റെ ദിവ്യ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണം പിതാവേ. ഓക്കെ പാസ്റ്റർ, വളരെ നന്ദി.